إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا وقرة أعيننا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا صاحب البغداد كله حاضري يا مطلب الحاجات عبد القادر يا صاحب البغداد كله ناصري يا مطلب الحاجات عبد القادر يا قادري يا قادري يا قادري يا شيخ محي الدين عبد القادر ആദരവും ബഹുമാനവുമുള്ള സയ്യിദവർകൾ, പ്രിയ സുഹൃത്ത് മഹല്ല് ഖതീബുമായ ജനുദ്ദീൻ സഖാഫി അവറുകൾ, ആലിമീങ്ങളെ, സാദാത്തുക്കളെ, പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം അതിന്റെ 60ാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മഹല്ല് വിചാരത്തിലാണ് നാം ഒക്കെ ഉള്ളത്. SYSന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളുമൊക്കെ എനിക്ക് മുമ്പേ വളരെ നന്നായി സ്വാഗത ഭാഷകനും അഭിവന്ദ്യരായ സയ്യിദ് അവറുകളും നമ്മെ പരിചയപ്പെടുത്തിയത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 9:45 വരെ നീ പ്രസംഗിച്ചാൽ മതി, അപ്പോഴേക്ക് ഞാൻ അങ്ങ് എത്തുമെന്ന് നേരത്തെ ഉസ്താദ് വിളിച്ചപ്പോൾ പറഞ്ഞതുകൊണ്ടും ബാക്കി SYSന്റെ സമ്മേളന സംബന്ധമായ കാര്യങ്ങളെല്ലാം ഉസ്താദ് പറയുമെന്നതുകൊണ്ടും ഞാൻ അങ്ങോട്ട് ഒന്നും തീരെ കടക്കുന്നില്ല. ഒരൽപ്പം വിചാരപ്പെടലുകളിലേക്ക് കടന്നു പോകാൻ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ധർമ്മ വിചാരത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ ധാരാളമായ സൃഷ്ടിജാലങ്ങളെ ജഗനിയന്താവ് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവനുള്ളതുണ്ട്, ജീവനില്ലാത്തതുണ്ട്, ചലിക്കാൻ കഴിവുള്ളതും നിശ്ചലമായവയും ഉണ്ട്, ചേതനയുള്ളതും ചേതന ഇല്ലാത്തതുമുണ്ട്. ദ്രാവകത്തിന്റെയും വാതകത്തിന്റെയും എല്ലാം രീതിയിൽ വ്യത്യസ്തങ്ങളായ സാധന സാമഗ്രികളെയും വസ്തുവകകളെയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിരിക്കുന്നത്. എന്നാൽ അക്കൂട്ടത്തിൽ 3 തരം വസ്തുക്കളെയാണ് അള്ളാഹു മൊത്തമായി അതിനെ വർഗീകരിച്ച് വെച്ചിരിക്കുന്നത്. ഒന്ന്, ചലിക്കുവാനോ ചിന്തിക്കുവാനോ കഴിയാത്ത അചേതനമായ വസ്തുക്കൾ.
രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അവയ്ക്ക് വിചാരങ്ങൾ മാത്രമേ ഉള്ളൂ, വികാരം എന്നത് അവയെ തൊട്ടു തീണ്ടിയിട്ടേ ഇല്ല. വിചാരപ്പെടലുകൾ എന്ന് പറയുമ്പോ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ കാര്യങ്ങളാണോ ജീവൻ നൽകുന്ന സമയത്ത്, സൃഷ്ടിക്കുന്ന സമയത്ത് ഡ്യൂട്ടിയായിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ഡ്യൂട്ടി അപ്പടി തന്നെ അനുസരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്നതിനപ്പുറം മറ്റൊരു തരത്തിലുള്ള വികാരങ്ങളും അവയെ ഭരിക്കുന്നില്ല. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകളെ പരിചയപ്പെടുത്തുന്നത് തന്നെ വഹും ലാ യഅകുലൂന വലാ യനാമൂന, അവർ ഭക്ഷണം കഴിക്കുന്നില്ല, അവർ ഉറങ്ങുന്നില്ല, അങ്ങനെയുള്ള ഒരു ചിന്തകളിലേക്കും അവ കടന്നു പോകുന്നില്ലെന്നാണ്. അത്തരം ജീവജാലങ്ങളെയാണ് നാം മലായികത്തുകൾ, മലയാളത്തിൽ മാലാഖമാർ എന്ന് പറയുന്നത്. ഏതൊരു കാര്യമാണോ അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവരോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളിലും അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉത്തരവാദിത്തങ്ങളിലും റെസ്പോൺസിബിലിറ്റി കാണിക്കാതെ മാറി നിൽക്കുന്ന ഒരു രീതിശാസ്ത്രം അവകൾക്ക് ഇല്ലേ ഇല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും, കൽപ്പനകൾക്ക് വിരുദ്ധം ചെയ്യുക എന്നത് അവരിൽ നിന്ന് ഉണ്ടാവുകയേ ഇല്ല. വയഫ്അലൂന മാ തുഅ്മറൂൻ, എന്താണോ അവരോട് കൽപ്പിച്ചിരിക്കുന്നത് അത് മുഴുവനും അതതു സമയങ്ങളിൽ വളരെ കൃത്യമായി അവ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന് മാലാഖമാരുടെ വിചാരപ്പെടലിനെ കുറിച്ച് വളരെ കൃത്യമായി വിശുദ്ധമായ ഖുർആൻ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, വേറെ ഒരു തരം ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട്. എന്താണ് ആ ജീവജാലങ്ങളുടെ പ്രത്യേകതയെന്നോ? ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്ത് ഒരു തരത്തിലുള്ള വിചാരപ്പെടലുകളിലേക്കും അവ കടന്നു പോകുന്നേ ഇല്ല. മറിച്ച് അവരുടെ ജീവിതത്തിൽ അവരുടെ വികാര പൂർത്തീകരണം മാത്രമേ അവർ ലക്ഷ്യം വെക്കുന്നുള്ളൂ. അത് വിശപ്പാകുന്ന വികാരമാണെങ്കിലും ദാഹമാകുന്ന വികാരമാണെങ്കിലും ലൈംഗികമായ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള വികാരമാണെങ്കിലും ഇവകളിലെല്ലാം പരിലസിക്കുകയും ആവശ്യമാകുന്ന സമയത്തെല്ലാം അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് നാളെ ഞാൻ എന്തായി തീരുമെന്നോ, നാളേക്കുള്ള ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കുമെന്നോ, നാളെ എനിക്ക് ഒരു ജലദോഷം പിടിക്കുമോ എന്നുപോലുമുള്ള ഒരു ചിന്തയും അവകളെയൊന്നും തൊട്ടുതീണ്ടിയിട്ടേ ഇല്ല. ഏതാണ് ആ വിഭാഗം? നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന കാക്കകളെ പോലെയുള്ള പക്ഷികൾ, നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന കാളകളെ പോലെയുള്ള മൃഗങ്ങൾ, 4 കാലുള്ള മൃഗങ്ങളെയും 2 കാലും 2 ചിറകുമുള്ള പക്ഷികളെയും ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവകളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു രീതിശാസ്ത്രം എന്താണ്? സുബ്ഹാനല്ലാഹ്, ഒരു കാക്കയുടെ ആയുസ്സിനെ കുറിച്ച് ഗഹനമായിട്ട് നമ്മൾ കിതാബുകളിൽ പരതുമ്പോ ഹയാത്തു ഹയവാൻ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഏതാണ്ട് 2000-ഓളമൊക്കെ വർഷക്കാലം ജീവിക്കുന്ന ചില പ്രത്യേക തരം കാക്കകളുണ്ടത്രേ. 2 കാലുള്ള നമ്മുടെ നാട്ടിലെ ഇക്കാക്കയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ചിറകിട്ടടിച്ച് പറന്നു പോകുന്ന കറുത്ത വർണ്ണമുള്ള കാക്കയെ കുറിച്ചാണ് ഞാൻ ഓർത്തുപോവുകയാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ സുപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വേങ്ങര. ആ വേങ്ങരയിലെ മക്ബറയിൽ മറവിട്ട് കിടക്കുന്ന മഹാനായ കോയപ്പാപ്പ റഹിമഹുല്ലാഹ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ കോയപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത്
എന്റെ അഭിവന്ദ്യരായ ഉസ്താദ് അദ്ദേഹത്തിന്റെ സമീപത്തുകൂടെ നടന്നു ചെന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു പതിവുണ്ട് സഹോദരങ്ങളെ. എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ ഒരു പതിവ്, സായാഹ്ന സമയമായാൽ, അസ്വറിന്റെ സമയമായാൽ കോയപ്പാപ്പ മഹാനവർകള് വേങ്ങര അങ്ങാടിയിലുള്ള സകല പലചരക്ക് കടയിലൂടെയും നടക്കും. എന്നിട്ട് അവിടുന്നൊക്കെ സംഭാവനയായിട്ട് അരി ശേഖരിക്കുകയാണ്. ഏതെങ്കിലും യതീംഖാനകളിൽ ഭക്ഷണം കൊടുക്കാനല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെയെങ്കിലും സഹായിക്കാനല്ല, മറിച്ച് ഒരു പിടി അരി വാങ്ങി അത് ഒരു കീശയിലാക്കി അല്ലെങ്കിൽ ഒരു കീസിലാക്കി കൊണ്ടുവന്ന് മഹാനവറുകൾ സ്ഥിരമായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയും 4-5 മണി സായാഹ്ന സമയമാകുമ്പോ മഹാനവറുകള് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് തന്റെ കൈവെള്ളയിൽ ആ അരി ഇങ്ങനെ പിടിക്കുകയും ചെയ്യുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, എവിടെ നിന്നൊക്കെയോ കാക്കകൾ പറന്നു വരികയാണ്. ആ കാക്കകൾ പറന്നു വന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അവറ്റകൾക്കുള്ള ഭക്ഷണങ്ങൾ കൊത്തിയെടുത്തു കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടപ്പോ എന്റെ വിനീതരായ ഉസ്താദ് ചോദിച്ചു, അല്ലയോ മഹാനവറുകളെ, ഒരുപാട് ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മഹാന്മാരായ പലരുടെയും ചരിത്രം പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊന്നുമുള്ള ഒരു പ്രവർത്തനം അവരാരും നടത്തിയത് കണ്ടില്ലല്ലോ. ഉത്തരേന്ത്യയിലൊക്കെ പലയിടങ്ങളിലും പോയാൽ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ കഴിയുമെന്നാൽ ഒരാളെയും ഇതുവരെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവരായി ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ആ സമയത്ത് മഹാനായ കോയപ്പാപ്പ പറയുന്നത് നിങ്ങൾക്കറിയോ? ഓ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പറയുകയാണ്, കാക്കകളുടെ ജീവിതകാലം 1.5ഉം 2ഉം ഒക്കെ നൂറ്റാണ്ട് കാലമല്ല, 10ഓ 12ഓ ഒക്കെ നൂറ്റാണ്ട് കാലമാണ്. അള്ളാഹുവിന്റെ ഹബീബ് എന്റെ പ്രിയപ്പെട്ട മുത്തുനബി വഫാത്തായിട്ട് ഏതാണ്ട് 1400-ലധികം വർഷമല്ലേ ആയുള്ളൂ. അവിടുത്തെ ഒന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അവിടുത്തെ ഒന്ന് സേവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, അവിടുത്തേക്കൊരു ഭക്ഷണം നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എത്രയോ പട്ടിണികളും പരിവട്ടങ്ങളും അവിടുന്ന് കഴിഞ്ഞു പോയപ്പോ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാക്ക ഈ 1500 വർഷക്കാലം ജീവിക്കാൻ ഇടവരുകയും ഈ വിനീതനായ ഞാനിരിക്കുന്ന വേങ്ങരയുടെ ഭാഗത്തുകൂടെ പറന്നു പോവുകയും ചെയ്യുമ്പോ എന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്റെ കൈവെള്ളയിൽ നിന്ന് അരി അന്നമായി ഉപയോഗിക്കുന്ന ഒരു കാക്ക അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ഒരു കാക്കയാണെങ്കിൽ നാളെ മഹ്ശറാ ലോകത്ത് ഞാൻ ചെല്ലുമ്പോ ആ കാക്കക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ട് ആ കാക്ക ഹബീബിനെ എന്നെ പരിചയപ്പെടുത്തിയാലോ, ആ ഒരൊറ്റ ചിന്ത കൊണ്ടാണ് ഞാൻ ഈ ഭക്ഷണം നൽകുന്നതെന്ന് മഹാനായ കോയപ്പാപ്പ റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ, ഇത്രയുമധികം കാലഘട്ടം ജീവൻ ദൈർഘ്യം ലഭിക്കുന്ന ഒരു കാക്ക പക്ഷേ ഈ 1000-ങ്ങളോ 150-ഓ 500-ഓ ഒക്കെ വർഷം ജീവിക്കുന്നതിനിടക്ക് ഒരിക്കലെങ്കിലും തനിക്കൊരു ഷെൽട്ടർ വേണമെന്ന് വിചാരപ്പെട്ടില്ല. 15 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച കാക്കകൾ എങ്ങനെയാണോ കൂടുണ്ടാക്കിയത്, അതുപോലെ മരത്തിന്റെ ചില്ലകളിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ കമ്പുകളെടുത്ത് അതിന്റെ കൊക്കിൽ കൊത്തിക്കൊണ്ടുവന്ന് ആരാന്റെ മുറ്റത്തുള്ള മാവിൻ കൊമ്പത്ത് കൂട് നിർമ്മിക്കുന്നതല്ലാതെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുന്നത് പോലെ എനിക്കൊരു സ്വന്തമായ കൂട്, എന്റെ സ്വന്തമായ ഒരു ഭൂമിയിൽ, എന്റെ സ്വന്തമായ ഒരു മരത്തിൽ വേണമെന്ന് ഒരു കാക്കയും ഇന്നുവരെ ചിന്തിച്ചില്ല. എന്തിനെ ഞാനിത് പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? അത്തരത്തിലെ ഒരു കാക്ക ഒരു വിചാരപ്പെടല് നടത്തുന്നില്ല. ഒരു കാളയും അങ്ങനെ ഒരു വിചാരപ്പെടൽ നടത്തിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മനുഷ്യരുടെ കൂടെ ജീവിക്കുന്ന ഈ കാളകളും പോത്തുകളും സ്വന്തമായിട്ടൊരു വാഹനത്തിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ തുടങ്ങിയില്ല. എത്ര കിലോമീറ്ററുകൾ വേണമെങ്കിലും
മനുഷ്യന്റെ കൂടെ അവൻ നടന്നു പോകുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഇന്നും കാണുന്നത്. മുള്ളോക്ക് വലിക്കുന്ന ഏതെങ്കിലും ഒരു കാള അതിലൊരു മോട്ടോർ ഘടിപ്പിച്ചാലേ ഞാൻ ഇനി സഞ്ചരിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ആ ജീവജാലങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരപ്പെടൽ നൽകിയതേ ഇല്ല. നേരം വെളുക്കുന്നു, അവര് ഭക്ഷണം കണ്ടെത്തുന്നു. ആ ഭക്ഷണത്തോടൊപ്പം അവരുടെ ശരീരം പുഷ്ടിപ്പെടുമ്പോ അവരുടെ ജീവൽ പരമ്പര ലോകത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി അവയുടെ പരമപ്രധാനമായ ലൈംഗിക ചേഷ്ടയിലേക്ക് അവർ കടന്നു പോകുന്നു. അങ്ങനെ അവ പെറ്റുപെരുകുകയും താങ്കളുടെ കുടുംബങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുവെന്നല്ലാതെ അതിനപ്പുറത്തൊരു ചിന്ത അവർക്കില്ല. എന്നാൽ നിങ്ങൾക്കറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് കറംനാ ബനീ ആദം സന്തതികളാകുന്ന മനുഷ്യരാകുന്ന നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വിഭാഗത്തിനും നൽകിയ വികാരങ്ങളെയും വിചാരങ്ങളെയും നൽകിക്കൊണ്ട് ഒരുപോലെ ബഹുമാനിക്കുകയാണ്. ഈ രണ്ട് വിഭാഗത്തിനും നൽകിയത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയോ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഒരു 19 വർഷങ്ങൾക്ക് മുൻപ് അവരെന്റെ കുഗ്രാമമായ കരുളായിക്കടുത്തുള്ള പെരുമ്പിലാട് ചെന്ന് കുടിയേറി താമസിക്കുമ്പോ, എന്റെ മാതാപിതാക്കൾ അവിടെ കുടിയേറി താമസിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്തു നിന്നാണ്. എന്റെ പിതാവ് പുതിയാപ്പളവായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ചീക്കുളത്തു നിന്നാണ്. എന്റെ മാതാവ് പുതുക്കമിറങ്ങിയതോ എലിയാപ്പറമ്പിൽ നിന്ന് ഇങ്ങോട്ടാണ്. ഇവിടെ നിന്ന് പുതുക്കവും പുതിയാപ്പളയും കഴിഞ്ഞവർ എന്റെ നാട്ടിലേക്ക്, എന്റെ ജന്മനാട്ടിലേക്ക് കുടിയേറി പാർക്കുമ്പോ അവിടെ ചെല്ലുന്ന സമയത്ത് അവർ താമസിച്ചിരുന്നത് വൈക്കോലുമേഞ്ഞ കുടിലാണ്. അതിന്റെ മേൽപ്പരപ്പിൽ മുള കൊണ്ടാണ് അവര് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ തറയവര് മെഴുകിയിരിക്കുന്നത് കറുത്ത നിറമുള്ള കരിയാകുന്ന പെയിന്റ് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയോ പ്രിയമുള്ളവരെ, 50 വർഷത്തെ പഴക്കം ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാവിന്ന് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ മാതാവിനെ ഇക്കഴിഞ്ഞ ദിവസവും എന്നോട് പറഞ്ഞത്, മോനെ, നമ്മൾ ടെറസിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷേ അതിന്റെ തറയൊന്ന് ടൈലുപാകാൻ, അവിടെ ഒന്ന് മാർബിൾ വിരിക്കാൻ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്നിട്ട് അടിയൊന്ന് നന്നാക്കാൻ എന്നാ നമുക്ക് കഴിയുകയെന്ന് വിചാരപ്പെടുകയാണ്. കാക്കകൾക്കില്ലാത്ത വിചാരപ്പെടലാണത്, കാളകൾക്കില്ലാത്ത വിചാരപ്പെടലാണത്. കാരണം എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയും ചിന്താശക്തിയും നൽകിക്കൊണ്ടാണ് നമ്മളെ ആദരിക്കുന്നത്. അങ്ങനെ മനുഷ്യരായ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുമ്പോഴോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ബുദ്ധി നൽകിയിട്ടുണ്ട്, ചിന്താശക്തി നൽകിയിട്ടുണ്ട്, തിരിച്ചറിവ് നൽകിയിട്ടുണ്ട്, അറിവ് നേടാനുള്ള ആവനാഴികളിൽ ആവശ്യമായ അസ്ത്രങ്ങളൊക്കെയും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതൊക്കെയും നൽകിയിട്ട് ഭൂമി ലോകത്തേക്ക് നിങ്ങളെ പരിലസിക്കുന്നതിന് വേണ്ടി വിടുമ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളോടൊരു വാഗ്ദാനം ആവശ്യപ്പെടുകയാണ്. നിങ്ങളോട് ഞാനൊരു ചെറിയ നിബന്ധന വെക്കുകയാണ്. എന്താണ് ആ നിബന്ധനയെന്നോ? ഓ ആദമിന്റെ സന്താനങ്ങളെ, ഓ ആദമാകുന്ന പിതാവിൽ നിന്ന് പിറവിയെടുക്കുന്ന മനുഷ്യരൂപങ്ങളെ, നിങ്ങളോട് ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും നിങ്ങളിലേക്കൊരു നിബന്ധനയായി വെക്കുവാനുമുള്ളത്, നിങ്ങളിലേക്ക് അതതു കാലങ്ങളിൽ എന്റെ ഭരണഘടനയുമായി കടന്നു വരുന്ന ആളുകളുണ്ട്. എന്റെ ഭരണഘടനയുമായി നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട്. ആ ഭരണഘടന നിങ്ങളിലേക്ക് വന്നാൽ ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ, എന്റെ അടുക്കൽ നിന്നുള്ള ഭരണഘടന നിങ്ങൾക്ക് വന്നാൽ, എന്റെ മാനിഫെസ്റ്റോ നിങ്ങൾക്ക് മുമ്പാകെ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഖുർആനിലൂടെ നമ്മളോട് അല്ലാഹു പറയുകയാണ്, ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ, എന്റെ ഭരണഘടന നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെട്ടാൽ ഫമൻ
ആ മാനിഫെസ്റ്റോ പ്രോട്ടോകോളായി ജീവിതത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് ആ മാനിഫെസ്റ്റോ ജീവിതത്തിന്റെ നാലതിരുകൾക്ക് വേണ്ടി പുനർനിർണയം ചെയ്യാതെ കൃത്യമായി അനുധാവനം ചെയ്യുന്നവരാരോ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പ്രിയമുള്ളവരെ, ആ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങളിൽ ഒരാൾ തയ്യാറായാൽ ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടാനൊന്നുമേ ഇല്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അവർക്കൊരിക്കലും തന്നെ ടെൻഷൻ കാരണമായിട്ട് അവരുടെ ഡയബറ്റിക് കൂടേണ്ടതില്ല, അവരുടെ പ്രഷർ ഓവറാവേണ്ടതില്ല, അവർക്ക് അറ്റാക്ക് വരേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, അവർക്കൊരു തരത്തിലുള്ള മുഷിപ്പിലേക്കും കടന്നു പോകേണ്ടി വരില്ലെന്ന് ഖുർആൻ. ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയമുള്ള SYSകാരാ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ ആ ഭരണഘടന സമ്പൂർണമാക്കിയിട്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൈമാറുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് തുടങ്ങുന്ന ആ വിശുദ്ധമായ വാക്യങ്ങൾ സമയക്കുറവ് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആ വിശുദ്ധമായ വാക്യങ്ങളിലൂടെ ഈ ഭരണഘടനയെ സമ്പൂർണമാക്കിയിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആ ഖുർആനെ ഉദ്ധരിച്ചുകൊണ്ട് ഹബീബ് അതിനെ സമ്പൂർണമാക്കി അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഫൽയുബല്ലിഗു ഷാഹിദു അൽ ഗായിബ്, ഇവിടെ ഉള്ളവർ ഇല്ലാത്തവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കണമെന്ന് കർശനമായിട്ട് നിർദ്ദേശിക്കുകയാണ്. ആ വിശുദ്ധമായ ഭരണഘടന കയ്യേൽപ്പിക്കപ്പെട്ട നമ്മള് ഇനിയൊരു തരത്തിലുള്ള ഒരു അമെൻമെന്റും ആവശ്യമില്ലാത്ത വിധത്തില് ആ ഭരണഘടനയിലേക്ക് ഒരു രൂപത്തിലുള്ള അമെൻമെന്റും ഇനി ആവശ്യമില്ല. അതിനുവേണ്ടി ഒരു പാർലമെന്ററി ബോർഡ് ഇനി കൂടേണ്ടതില്ല. അതിനുവേണ്ടി ഒരു ഭരണഘടനാ വിശാരദന്മാരും ഇനി സമ്മേളിക്കേണ്ടതില്ല. ഇനി ഒരു അമെൻമെന്റ് ആവശ്യമില്ലാത്ത രൂപത്തില് സമ്പൂർണമായ ഒരു ഭരണഘടന നമുക്ക് നൽകിയിട്ടാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിൽ ആ ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവർക്ക് ഒരു വിധത്തിലുള്ള ടെൻഷനും അനുഭവിക്കേണ്ടി വരില്ല, അവരൊന്നിനെയും ഭയപ്പെടേണ്ടി വരില്ലെന്ന് ആ വിശുദ്ധ ഖുർആന സന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോ, മുഅ്മിനുകളെ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നമ്മുടെ മനസ്സകത്തോട് നമ്മളൊന്ന് ചോദിക്കുക, നമ്മുടെ മാനസങ്ങളോട് നമ്മളൊന്ന് സംവദിക്കുക, നമ്മുടെ അകതാരിനോട് നമ്മളൊന്ന് ആശയവിനിമയം നടത്തുക. നമുക്കിന്ന് ടെൻഷൻ ഉണ്ടോ മുസ്ലിം സമുദായമേ? നമുക്കിന്ന് ഭയവിഹ്വലതകളുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും പേടിക്കേണ്ടതുണ്ടോ? ആരെയെങ്കിലും നമ്മൾ ഭയപ്പെടുന്നുണ്ടോ? നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷനുകൾ അനുഭവിക്കേണ്ടതുണ്ടോ? വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് ആ ഭരണഘടനയിലേക്ക് നിങ്ങളങ്ങ് മടങ്ങി വരണേ. സുബ്ഹാനല്ലാഹ്, വിശുദ്ധമായ ആ മതത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമ്പോ ബുദ്ധിയും വിവേകവും വിചാരവുമുള്ള ആളുകൾ ആ വിശുദ്ധ മതത്തിലേക്ക് കൂടുതലായി കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ ആ വിശുദ്ധ മതത്തിനെ അവഹേളിക്കുന്നതിന് വേണ്ടി, ആ വിശുദ്ധ മതത്തെ കൊച്ചാക്കി കാണിക്കുന്നതിന് വേണ്ടി, അതിന്റെ പ്രചാരകരായ ഹബീബിനെ അവമതിക്കുന്നതിന് വേണ്ടി ധാരാളമായ പ്രചണ്ഡമായ പ്രചരണങ്ങള്, ധാരാളമായ പ്രവർത്തനങ്ങള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്, നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, നമ്മളൊന്ന് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഈ മതത്തിനെതിരെ കടന്നു വരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഒന്നീ മതം തീവ്രവാദം പ്രോത്സാഹിപ്പിച്ചുവെന്നാണ്, മറ്റൊന്നീ മതം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടുവെന്നാണ്. ആഹ്വാനങ്ങൾ നൽകിയിട്ടല്ല, മറിച്ച് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഈ മതത്തിലേക്ക് ആളുകളെ സംഘടിപ്പിക്കുന്നതെന്നാണ് നമ്മുടെ രാജ്യത്തുൾപ്പെടെയുള്ള പല ആളുകളും, ഇസ്ലാമോഫോബിയ പിടിപെട്ട പല ആളുകളും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ, എന്റെ യുവാക്കളെ, ചരിത്രം പഠിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ?
ചരിത്രം പഠിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? ഈ വിശുദ്ധ മതം ഇവിടെ ആർക്കെങ്കിലും ഓഫറുകൾ നൽകിക്കൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമല്ലല്ലോ. എവിടെയെങ്കിലും രക്തപ്പുഴകൾ ഒഴുക്കിയിട്ട് ഈ മതത്തിന്റെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിയില്ലല്ലോ. ചരിത്രമൊന്നെടുത്ത് പരിശോധിച്ചു നോക്കിയേ നിങ്ങൾ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബിന്റെ ചാരത്തേക്ക് 14 വയസ്സ് മാത്രം പ്രായമുള്ള തുൽഹ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. തുൽഹ എന്ന് പറയുന്ന 14കാരൻ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ ഹബീബേ, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉബ്സുത് യദക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയുടെ കൈകൾ എനിക്കൊന്ന് നീട്ടിത്തരുമോ നബിയേ, അങ്ങയുടെ കരങ്ങൾ എനിക്കൊന്ന് നീട്ടിത്തരുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോനെ എന്തിനാണ് നീ കരങ്ങൾ നീട്ടാൻ ആവശ്യപ്പെടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, കരങ്ങൾ നീട്ടാൻ ആവശ്യപ്പെടുന്നത് നബിയേ, ഉബായിഉക ഉബായിഉക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയിൽ നിന്ന് SYSന്റെ മെമ്പർഷിപ്പ് ഏറ്റെടുക്കാനാണ്. അങ്ങയിൽ നിന്ന് നേരിട്ട് എനിക്ക് മെമ്പർഷിപ്പ് കിട്ടണമെന്ന് വിചാരിച്ചാണ്. ആ മെമ്പർഷിപ്പ് കൊണ്ട് റളിയല്ലാഹു അൻഹും വറളൂ അൻഹും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ സ്വഹാബത്തിന്റെ പട്ടികയിൽ എനിക്ക് ഉൾപ്പെടാനാണ്. റസൂലുള്ളാഹി തങ്ങൾ എന്തേ പറഞ്ഞത്? 14 വയസ്സ് പ്രായമല്ലേ നിനക്കുള്ളൂ, നീ SBS-കാരനാണ്. SBS-കാരനായ നിനക്ക് ഈ മെമ്പർഷിപ്പ് തന്നാൽ 4 വർഷം നിന്നെ നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. അത് കഴിഞ്ഞാൽ നീ SSF-കാരനാകും. അപ്പം നിന്നെ സിന്ദാബാദ് വിളിക്കാൻ എനിക്ക് ഉപയോഗപ്പെടുത്താം. അത് കഴിഞ്ഞ് നീ SYS-കാരനാകും. അപ്പോ സമ്മേളനത്തിന്റെ പ്രചുര പ്രചാരത്തിന് നിന്നെ ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് നീ കടന്നു വരേണ്ടവൻ തന്നെയാണെന്ന് പറഞ്ഞ് ഇരു കൈയും നീട്ടിയവനെ സ്വീകരിക്കുകയല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ ഹബീബ് 14കാരനായ കുഞ്ഞ് മെമ്പർഷിപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ദീനിന്റെ മെമ്പർഷിപ്പ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നപ്പോ, പ്രിയമുള്ളവരെ, ആ കുഞ്ഞിനോട് 14 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഓ മോനെ, വഇൻ അമർതുക ബിഖതീഅതി വാലിദൈക. അല്ലാഹുവിന്റെ റസൂൽ പറയാം, കേറി വരുന്നവർക്കെല്ലാം, അവർക്ക് ആവേശപ്പെട്ടുകൊണ്ട് കയറി വരുന്നവർക്കെല്ലാം മെമ്പർഷിപ്പ് മുറിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമല്ല ഇത്, മറിച്ച് മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് വേണ്ടതുപോലെ ഇറങ്ങിച്ചെല്ലുന്ന ഒരു ചിന്തയിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാഗൊണ്ടുച്ചരിക്കുമ്പോ ആ അല്ലാഹുവിന്റെ ഭാഷത്തെ സമ്പൂർണമായും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നവർക്ക് ഇതിലേക്ക് മെമ്പർഷിപ്പ് തരൂ. അതിനുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണോ, നിനക്ക് ഞാനൊരു ടെസ്റ്റ് ഏർപ്പെടുത്തുകയാണോ. എന്റെ ടെസ്റ്റ് പേപ്പറിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വഇൻ അമർതുക ബിഖതീഅതി വാലിദൈക, നിനക്ക് അമ്മിഞ്ഞ തന്ന മാതാവില്ലയോ, ഇന്നലകളിൽ നിന്റെ കവിളിണകളിൽ ചുടുചുംബനം നൽകിയ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയില്ലയോ, ആരുടെ മടിത്തട്ടിൽ കിടന്നാണോ നീ കൊഞ്ചിക്കുഴയുകയും കിഞ്ചന വർത്തമാനങ്ങൾ പറയുകയും ചെയ്തത്? ആരുടെ കൈപിടിച്ചാണോ നീ നടക്കാൻ പഠിച്ചത്? ആരാണോ നിന്റെ ഇളം വായിലേക്ക് ആദ്യമായിട്ട് ഭക്ഷണത്തിന്റെ ഉരുളകൾ വെച്ച് തന്നത്? ആ പ്രിയമുള്ള മാതാവില്ലേ മോനെ? നിനക്ക് ഭക്ഷണം വാങ്ങിത്തന്ന പിതാവില്ലേ മോനെ? വഇൻ അമർതുക ബിഖതീഅതി വാലിദൈക, ആ വിശുദ്ധ മതത്തിലേക്ക് നീ കടന്നു വരുമ്പോ, പ്രവാചകനായിട്ട് എന്നെ അംഗീകരിക്കുമ്പോ, നേതാവായിട്ട് എന്നെ നീ ഉൾക്കൊള്ളുമ്പോ, ഈ നേതാവിൽ നിന്ന് നിനക്കൊരു കൽപ്പന വരികയാണോ? എന്താണ് കൽപ്പനയെന്നോ? നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുമായിട്ടുള്ള എല്ലാ റിലേഷൻസും നീ അങ്ങ് കട്ട് ചെയ്ത് കളയണം. ഉമ്മയുമായുള്ള റിലേഷൻ നീ കട്ട് ചെയ്യേണ്ടി വരും. ഉപ്പയുമായുള്ള ക്ലോസ് റിലേഷൻ നീ അവസാനിപ്പിക്കേണ്ടി വരും. ഉപ്പാടടുക്കലേക്ക് ഉമ്മാടടുക്കലേക്ക് പോകരുത്. അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ, മോനെ, 14 വയസ്സുള്ള കുഞ്ഞുമോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വെമ്പൽ കൊള്ളുന്ന മോനെ, അംഗീകരിക്കുവാൻ നിന്റെ മനസ്സ് പക്വമാണോ? സുബ്ഹാനല്ലാഹ്. എന്തൊക്കെയാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്? വിശുദ്ധമായ മതം കല്യാണം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കടത്തിക്കൂട്ടുന്ന മതമാണ്.
റേഷനരി വാങ്ങിക്കൊടുത്തിട്ട് മതത്തിലേക്ക് ആളെ കൂട്ടിയതാണ്. ആയുധങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് മതത്തിലേക്ക് ആളെ കൂട്ടിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരെയെല്ലാം തിരിച്ച് ഗർവാപ്പസി നടത്തുകയാണെന്ന് പറയുമ്പോ, ഓ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ, ചരിത്രം നമ്മൾ പഠിക്കുകയും നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ആയുധങ്ങളല്ല നമ്മൾ എടുക്കേണ്ടത്, മറിച്ച് ആശയങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് അവരുടെ തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കാൻ ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. 14കാരനായ തുൽഹ എന്ന് പറയുന്ന കുഞ്ഞ് ഈ ചോദ്യം അങ്ങ് കേൾക്കുമ്പോ അത് ഉൾക്കൊള്ളാനുള്ള പക്വത മനസ്സിലേക്ക് കടന്നു വരാത്തത് കൊണ്ട് തിരിച്ചിറങ്ങി. ആ കുഞ്ഞ് തിരിച്ചുപോയി. ഒരാഴ്ച പിന്നിട്ടു, രണ്ടാമതും കടന്നു വന്നു. മുത്തുനബി ഇതേ ചോദ്യം ആവർത്തിച്ചു. ആ കുഞ്ഞ് തിരിച്ചുപോയി. മൂന്നാമത്തെ തവണ പിന്നെയും കടന്നു വന്നു. അപ്പോഴേക്ക് ഏതാണ്ട് 1 മാസത്തിനടുത്ത് സമയമായിട്ടുണ്ട്. ആഴത്തിലുള്ള ചിന്തകൾക്ക് ഈ കുഞ്ഞിന്റെ മനസ്സ് പക്വപ്പെട്ടിട്ടുണ്ട്. ഈ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു ചെന്നിട്ടുണ്ട്. ആ ചോദ്യശരങ്ങളെ അവനവന്റെ മനസ്സുകളോട് വേണ്ടതുപോലെ നടത്തിയിട്ടാണ് രണ്ടാമതും മൂന്നാമതാ കുഞ്ഞ് കടന്നു വരുന്നത്. മൂന്നാമത്തെ തവണയാ കുഞ്ഞ് കടന്നു വന്നപ്പോ അള്ളാന്റെ റസൂല് റസൂലഹു അവിടുത്തെ കരങ്ങൾ അവിടുന്ന് അങ്ങ് നീട്ടിക്കൊടുത്തു. എന്നിട്ട് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കൊടുത്തു. മെമ്പർഷിപ്പ് കൊടുത്തതിനു ശേഷമോ, പ്രിയമുള്ളവരെ, വെറുതെ വിടുകയല്ല, എത്രമാത്രം ഇത് ഉൾക്കൊണ്ടുവെന്നറിയാൻ അള്ളാന്റെ റസൂൽ ആ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, ഓ മോനെ, നീ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, നിനക്ക് ഞാൻ കലിമ ചൊല്ലിയിട്ട് മെമ്പർഷിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി എന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെയോ? ഞാൻ നിന്നോട് പറയട്ടെയോ? ആ സമയത്ത് തുൽഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉർനി ബിമാ أحببت يا رسول الله ولا أعصي لك أمرا. 14കാരനായ കുഞ്ഞ് പറഞ്ഞു, പറഞ്ഞോളൂ നബിയേ, കൽപ്പിച്ചോളൂ നബിയേ, ഓർഡർ തന്നോളൂ നബിയേ, ഞാനത് ശിരസാവഹിച്ചു കൊള്ളാം. വല അഅ്സീലക അംറാ, നിങ്ങൾക്കൊരു കാര്യത്തിലും ഞാൻ എതിര് ചെയ്യൂല. ആ സമയത്ത് മുത്തുനബി ആ കുഞ്ഞിനോട് പിന്നെയും പറഞ്ഞു ഉഖ്ത വാലിദൈക, നിന്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമങ്ങ് വിച്ഛേദിക്കുമോ? ആ കുഞ്ഞ് പറഞ്ഞു, ബലാ, അതേ നബിയേ, അങ്ങ് അനുവദിക്കുന്നതുവരെ, അങ്ങ് സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്കെന്റെ മാതാവ് വേണ്ട, എനിക്കെന്റെ പിതാവ് വേണ്ട, എനിക്കെന്റെ കുടുംബം വേണ്ട, മറിച്ച് അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة على النبي الشفيع الأبطحي والحبيب العربي. അല്ലാഹുവിന്റെ ഹബീബിനോട് ആ 14 വയസ്സുള്ള തുൽഹ പറഞ്ഞു, ഓ നബിയെ, അങ്ങ് കൽപ്പിച്ചോളൂ, ഞാനത് അംഗീകരിക്കാം. മാതാവുമായുള്ള ബന്ധമല്ലയോ വിച്ഛേദിക്കേണ്ടത്, പിതാവുമായുള്ള റിലേഷൻ അല്ലയോ ഞാൻ കട്ട് ചെയ്യേണ്ടത്, അത് ഞാൻ ചെയ്തിരിക്കുന്നു നബിയേ, അത് ഞാൻ ചെയ്തിരിക്കുന്നു നബിയേ. ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ, ബാക്കിയുള്ളത് കൂടി നിങ്ങൾ കേൾക്കാതിരിക്കരുത്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മോനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് മുത്തുനബിയുടെ തോളിനിടയിലേക്ക്, അവിടുത്തെ കൈവലയത്തിലേക്ക് ആ കുഞ്ഞിനെ അങ്ങ് കൂട്ടിപ്പിടിച്ചു. എന്നിട്ടോ ഫതബസ്സമലഹു, ആ കുഞ്ഞിനോട് പുഞ്ചിരിക്കുന്നു. വഅംസഖഹു മിൻ വസ്തി ദിറാഇ, ആ കുഞ്ഞിന്റെ ചുമലുകളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ കുഞ്ഞിനോട് പറയുകയാണ്, യാ തുൽഹ, ഓ മോനെ തുൽഹ,
അന്നീ ലം ഉബ്അസു ബിഖതീഅതി റഹിമിൻ. ഒരു ഉമ്മയോടുമുള്ള ബന്ധം മുറിക്കാൻ, ഒരു ഉപ്പമാരോടുമുള്ള ബന്ധം മുറിക്കാൻ, ഈ ലോകത്തുള്ള ഒരു തരത്തിലുള്ള റിലേഷൻസും കട്ടു ചെയ്യാൻ ഞാൻ നിയോഗിക്കപ്പെട്ടില്ല മോനെ. ഉമ്മമാരോട് ബന്ധമുണ്ടാക്കാനാണ്, ഉപ്പമാരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് കൽപ്പിക്കാനാണ്, സഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ്, സ്നേഹബന്ധം ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കാനാണ് വിശുദ്ധനായ പ്രവാചകനായി അല്ലാഹു എന്നെ നിയോഗിച്ചത് മോനെ. അതുകൊണ്ട് ഇദ്ഹബൂ ഇലാ വാലിദൈക, മാതാപിതാക്കളുടെ സവിധത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവർക്ക് ഖിദ്മ ചെയ്തോളൂ മോനെ. ഞാൻ നിന്റെ മനസ്സൊന്ന് പരീക്ഷിച്ചതാണ്. കേവലം ഒരു ഓഫർ നൽകിയിട്ട് കയറി വരേണ്ട മതമല്ല ഇത്. പെണ്ണു തരാമെന്ന് പറയുമ്പോഴേക്ക് കയറി വരേണ്ട മതമല്ല ഇത്. ഞാൻ പൊന്നു തരാമെന്ന് പറയുമ്പോഴേക്ക് ഇറങ്ങി വരേണ്ട മതമല്ല ഇത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ, വിശുദ്ധമായ മതത്തെ കുറിച്ച് എന്തൊക്കെ ജൽപ്പനങ്ങളാ നടത്തുന്നത്. ഇനിയും കഴിഞ്ഞു പ്രിയമുള്ളവരെ. ഈ മതം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോ ഈ മതം ഇവിടെ പ്രചരിക്കപ്പെട്ടത് ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡനങ്ങളെ കൊണ്ടാണെന്ന് പറയുമ്പോ ഒരൊറ്റ ചെറിയ ചരിത്രം കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മതത്തിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടതാ യമാമയിലെ രാജാവാകുന്ന സുമാമയുടെ അടുക്കലേക്ക് കത്തയച്ചു. സുമാമയുടെ അടുക്കലേക്ക് കത്തയച്ചു. ആ കത്തും കൊണ്ട് ചെന്നവരെ പോലും നിഷ്ഠൂരമായിട്ട് സുമാമ വധിച്ചു കളഞ്ഞു. റസൂലുള്ളാഹി തങ്ങളുടെ അയൽ നാട്ടുകാരനാണ്, മക്കയുടെ സമീപ പ്രദേശത്തെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി ഇത്രയൊക്കെ ചെയ്തുവെന്ന് മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ അവനൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താണ് അവനെടുത്തിരിക്കുന്ന പ്രതിജ്ഞയെന്നോ? തന്റെ ഉറയിലിട്ടിരിക്കുന്ന വാളങ്ങൂരി പിടിച്ചിട്ട് തന്റെ ദർബാറിൽ വെച്ചുകൊണ്ടവൻ പ്രഖ്യാപിക്കുകയാണ്, ഈ വാളിനി ഞാൻ എന്റെ ഉറയിലേക്ക് വെക്കണോ? എന്റെ ഉറയിലേക്ക് ഞാനതിനെ ഇനി വെക്കണമെങ്കിൽ മുഹമ്മദിന്റെ നിണം പുരളാതെ, മുഹമ്മദിന്റെ രക്തക്കറ കൊണ്ട് എന്റെ വാളുകളിൽ കറ പിടിക്കാതെ ഞാൻ ഈ വാളനി ഉറയിലേക്ക് ഇടില്ല. അത്രമാത്രം ക്രൂരനായി, അത്രമാത്രം കിരാതമായിട്ട് ഹബീബിനോട് മനസാ വാചാ കർമ്മണ ധർമ്മരോഷമുതിർത്തിരുന്ന മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്, യസ്രിബിൽ അല്ലാഹുവിന്റെ ഹബീബ് പ്രവർത്തന മണ്ഡലങ്ങൾ തീർത്തപ്പോ, മദീനയിൽ അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചപ്പോ, പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയോ, വഴിതെറ്റിയിട്ടോ മറ്റോ ഒരു ദിവസം മദീന നിവാസികളായ മുഅ്മിനീങ്ങളുടെ അൻസാറുകളുടെ കൈകളിലേക്ക് ഈ സുമാമ അകപ്പെടുകയാണ്. സുമാമയെ പിടികൂടി കൊണ്ടുവന്നു. ഇതാരാണെന്ന് അവിടുത്തേക്കറിയില്ല, ഇതാരാണെന്ന് ആ നാട്ടുകാർക്കറിയില്ല. അവൻ പിടിച്ചു കൊണ്ടുവരപ്പെട്ടു. മുഹമ്മദ് നബിയെ കുറിച്ച് ചോദിച്ചപ്പോ മോശമായി പരാമർശിച്ചതിന്റെ പേരിൽ അള്ളാന്റെ ഹബീബിന്റെ ദർബാറിലേക്ക് അവനെ കൊണ്ടുവന്നു. അള്ളാന്റെ റസൂലിന്റെ ദർബാറിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോ സ്വന്തം അനുയായികളോട് ഹബീബ് ചോദിച്ചു, അത്തഅരിഫൂന അതദറൂന മൻ ഹാദാ, ഇതാരാണെന്ന് മക്കളെ നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കതറിയില്ലല്ലോ നബിയേ. ആ സമയത്ത് ഹബീബ് പഠിപ്പിച്ചു കൊടുത്തു, ഇവൻ ആരാണെന്നറിയോ മക്കളെ? മക്കയുടെ സമീപ പ്രദേശത്തുള്ള വലിയ നാട്ടുരാജ്യമാണ് യമാമ. ആ യമാമയിലെ മുടിചൂടാ മന്നനായ സുമാമ എന്ന രാജാവാണ്. VIP കാറ്റഗറിയിലുള്ള രാജാവാണ്. അള്ളാന്റെ റസൂൽ എന്തേ ചെയ്തതെന്നോ പ്രിയമുള്ളവരെ? തന്റെ അനുയായികളെ ധാരാളമായി വധിച്ചവനാണ് സുമാമ. തന്നെ വധിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ട് വാളുയർത്തിപ്പിടിച്ചവനാണ് സുമാമ. അനുയായി വൃന്ദത്തെ ഒന്നടങ്കം കൊന്നൊടുക്കുമെന്ന് പ്രതിജ്ഞയെടുത്തവനാണ് സുമാമ. അത്രമാത്രമൊക്കെ പ്രയാസങ്ങൾ അനുഭവിപ്പിച്ച് തനിക്കെതിരെ ഇത്രമാത്രം വലിയ തീരുമാനങ്ങളും കഠിനമായ തീരുമാനങ്ങളും എടുത്ത സുമാമ അള്ളാന്റെ ഹബീബിന്റെ ദർബാറിലേക്ക് കടന്നു വന്ന് അവിടെ പിടികൂടപ്പെട്ട ഒരു പ്രതിയായി
ഇരിക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, വിശുദ്ധ മതത്തിന്റെ പ്രവാചകനായ ഹബീബ് അവിടെ ഗോണ്ടനോമ നിർമ്മിച്ചില്ല, അവിടെ ഗോണ്ടനോമ സൃഷ്ടിച്ചില്ല. സുബ്ഹാനല്ലാഹ്, വാദോരാതെ പ്രസംഗിക്കുന്ന ആളുകള് ഗോണ്ടനോമയെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം തെമ്മാടികൾ നമ്മുടെ ലോകത്ത് ഇസ്ലാമിന്റെ വേഷം കെട്ടികളായി കടന്നു വന്ന് അരുതായ്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന് മുഴുവനും ഇസ്ലാമിക പരിവേഷം നൽകിയിട്ട് ഉറഞ്ഞു തുള്ളുന്ന ആളുകൾ അവരേതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗോണ്ടനോമ നിർമ്മിച്ചത് നമ്മൾ അറിഞ്ഞതാണ്. തെറ്റുകൾ ആരുടെ ഭാഗത്താണെങ്കിലും അത് ഇസ്ലാമിന്റെ പേര് പറഞ്ഞാലും അവർ IS എന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് വിളിച്ചാലും ചെയ്യുന്ന തെറ്റിന് നമ്മൾ അനുകൂലമല്ല. അവര് തെമ്മാടികളാണ്, അവര് മുസ്ലിം അല്ല. കാരണം എന്തേ? അല്ലാഹുവിന്റെ ഹബീബ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഉൽമിനോട് അക്രമത്തിന് കൂട്ടുനിൽക്കുന്നവൻ, അക്രമത്തെ സഹായിക്കുന്നവൻ, രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുന്നവൻ, അസ്വബിയ്യത്ത് കാണിക്കുന്നവൻ, വർഗീയത കാണിക്കുന്നവൻ ലൈസ മിന്നാ, അവൻ നമ്മളിൽ പെട്ടവനല്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് വളരെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടത്തിൽ എന്റെ യുവാക്കളോട്, എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു തരത്തിലുള്ള അസബിയ്യത്തിലേക്കും ഒരു തരത്തിലുള്ള വർഗീയവാദത്തിലേക്കും ഒരു തരത്തിലുള്ള വിഘടനവാദത്തിലേക്കും മുസ്ലിം ചെറുപ്പക്കാരെ നമ്മളെടുത്ത് പ്രിയപ്പെട്ടു പോകരുത്. ഒരു തരത്തിലുള്ള തീവ്രവാദവും വിശുദ്ധമായ ഇസ്ലാം പ്രേരിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് നിലനിൽക്കാത്ത ഒരു രാജ്യത്ത് ഒരു സിവിലിയനെയും അങ്ങോട്ട് കൊല്ലാൻ, അങ്ങോട്ട് ആക്രമിക്കാൻ വിശുദ്ധ ഇസ്ലാം അനുമതി നൽകിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അവൻ ഏത് ജാതിക്കാരനാണെങ്കിലും ഏത് മതം അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിലും അവൻ എന്തൊക്കെ അക്രമം കാണിച്ചാലും ജനാധിപത്യ രീതിയിൽ കോർട്ടിനെ സമീപിക്കുകയും ആ കോടതിയിൽ നിന്ന് നീതി വാങ്ങുകയും ചെയ്യുകയല്ലാതെ എന്റെ ഉപ്പയെ നേരിട്ട് കൊല്ലുന്നത് കണ്ടാൽ പോലും കൊന്ന കൊലയാളിയെ മറിച്ചൊന്ന് കൊല്ലാനോ മറിച്ചൊന്ന് തല്ലാനോ വിശുദ്ധ ഇസ്ലാം സിവിലിയന്മാർക്ക് അനുമതി കൊടുത്തിട്ടില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിൽ ഒരു തരത്തിലുള്ള വർഗീയവാദത്തെയും വിഘടനവാദത്തെയും തന്റെ ആളുകൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും അനുകൂലിക്കുന്ന രീതിശാസ്ത്രത്തെയും വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് എന്തേ ചെയ്തത്? സുമാമയിൽ നിന്ന് യമാമക്കാരനായ സുമാമ രാജാവ് കടന്നു വരുമ്പോ ആ രാജാവിനെ പിടികൂടിയിട്ട് കുനിച്ചു നിർത്തിയിട്ട് വേണമെങ്കിൽ നഗ്നനാക്കിയിട്ട് അവന്റെ മലദ്വാരത്തിലൂടെ വാളുകടത്തിവിടാൻ അള്ളാഹുവിന്റെ ഹബീബിനെന്ന് കഴിയുമായിരുന്നു. ആരും അവിടുത്തെ ചോദ്യം ചെയ്യുമായിരുന്നില്ല. പക്ഷേ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. അള്ളാഹുവിന്റെ വിശുദ്ധ മതമാണ്, അള്ളാഹുവിന്റെ ഭരണഘടനയാണ്. ആ ഭരണഘടന വിശദീകരിക്കാൻ വന്ന പ്രവാചകൻ അള്ളാഹു പറയാത്ത ഒരു കാര്യം, അള്ളാഹു നിർദ്ദേശിക്കാത്ത ഒരു കാര്യം ഈ ഭൂമി ലോകത്ത് ചെയ്തു വെച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരനായ രാജാവിനെ പിടികൂടിക്കൊണ്ടുവന്നവരോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഓ പ്രിയമുള്ള സഹോദരങ്ങളെ, അവനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ അവനെ അടിമയായി, നിങ്ങൾ അവനെ പിടികൂടിക്കൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവനെ ജയിലിൽ പാർപ്പിക്കണം. പക്ഷേ നിങ്ങൾ അവനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ അവന് ഭക്ഷണം കൊടുക്കണേ, അവന് വെള്ളം കൊടുക്കണേ എന്ന് മാത്രമല്ല, ഹബീബ് തന്നെ നേരിട്ടവരുടെ ഭാര്യമാരുടെ അടുക്കൽ ചെന്നു. അവിടുന്നുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് സുമാമ രാജാവിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഭക്ഷണം അവിടുന്ന് നേരിട്ട് കൊണ്ടുചെന്ന് കൊടുക്കുകയാണ്. അവിടുത്തെ കുടുംബത്തിൽ നിന്ന് അതും പോരാ, അവിടുത്തെ ഒട്ടകങ്ങളെ കറന്നിട്ട് അതിന്റെ നല്ല പാല് കൊണ്ടുപോയിട്ട് VIP പരിഗണനയുള്ളയാളല്ലേ, അതുകൊണ്ട് VIP ഭക്ഷണം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച അവിടെ കഴിഞ്ഞു. അള്ളാന്റെ കോടതിയിലേക്ക്, അള്ളാന്റെ ഹബീബിന്റെ കോടതിയിൽ ആ പ്രതിയെ ഹാജരാക്കപ്പെട്ടു. ചോദിച്ചു, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അല്ലയോ സുമാമ, നിനക്കെന്ത് പറയാനുണ്ട്? സുമാമയുടെ മറുപടി, അൽ ഖൈർ അൽ ഖൈർ അൽ ഖൈർ, നന്മയെ എനിക്ക് പറയാനുള്ളൂ.
നിന്റെ കീഴിൽ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് പ്രതിയായി പിടിക്കപ്പെട്ടുകൊണ്ട് കിടക്കുമ്പോ ഒരു പീഡനവും എനിക്ക് ഏൽക്കേണ്ടി വന്നില്ല. നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, നല്ല സുഖശീതളമായ ജീവിതമാണ്. എനിക്കൊന്നുമേ നിന്നോട് പറയാനില്ല. അള്ളാന്റെ റസൂലിനോട് എന്നിട്ടവൻ പറയുകയാ, നീ എന്നെ വധിക്കുകയാണെങ്കിൽ, നീ എന്നെ പിടികൂടി കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ പ്രതിയാണു ഞാൻ, നീ എന്നെ വധിക്കുകയാണെങ്കിൽ അതിനു മതിയായ കാരണം നിനക്കുണ്ട്. മറിച്ച് നീ എന്നോട് കരുണ കാണിച്ച് വെറുതെ വിടുകയാണെങ്കിലോ അത് നിന്റെ ഔദാര്യമാണ്. ഇനി നിന്റെ റിപ്പബ്ലിക്കിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നിന്റെ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്ന് ഉയർത്തുന്നതിന് വേണ്ടി നിനക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെങ്കിലോ ഞാൻ സുമാമയിലേക്ക് ഉത്തരവയക്കാം, ആവശ്യമുള്ളത് നിനക്ക് തരാം. അള്ളാന്റെ ഹബീബ് ഇത് മൂന്നും സ്വീകരിച്ചില്ല. അവനെ പിന്നെയും വിട്ടു. അവനെ ഒരാഴ്ച കൂടി ജയിലിൽ പാർപ്പിച്ചു. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നു. അള്ളാന്റെ റസൂല് സുമാമയോട് ചോദിച്ചു, നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്താണ് അഭിപ്രായമുള്ളത്? പീഡനം നടത്തിക്കൊണ്ടല്ല ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. പിന്നെയോ അവൻ വിശുദ്ധ ഇസ്ലാമിനെ കണ്ടുപഠിക്കുവാനും കേട്ടുപഠിക്കുവാനുമുള്ള അവസരം ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ മാന്യമഹാജനങ്ങളുടെ കൂടെ ജീവിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് അവന് കൈമാറുകയാണ്, ആശയ കൈമാറ്റം നടത്തുകയാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞു. സുമാമ കടന്നു വന്നു. അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്താണ് നിന്റെ ഒപ്പീനിയൻ? വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് നിന്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കുമ്പോ, പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയോ, രക്തത്തിൽ പോലും വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചുള്ള വല്ലാത്ത വിഷമം കടന്നുകൂടിയ സുമാമ പറഞ്ഞു. സുമാമ എന്ത് ചെയ്തുവെന്നോ, അള്ളാന്റെ ഹബീബ് ഇസ്ലാം എന്നുച്ചരിച്ചപ്പോഴേക്ക് ഹബീബിന്റെ നേർക്ക് കാർക്കിച്ച് തുപ്പിക്കളഞ്ഞു. കാർക്കിച്ചങ്ങ് തുപ്പിക്കളഞ്ഞു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, എനിക്കെന്റെ രക്തത്തിന്, എന്റെ സിരകളിലൂടെ ഓടുന്ന രക്തത്തിന് ചൂടുപിടിച്ചു. ഞങ്ങളുടെ ഹബീബിനെ എത്രമാത്രമാണ് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ മുമ്പാകെ വെച്ച് ഹബീബിനോട് ഇത്തരത്തിൽ അപമര്യാദയായി പെരുമാറിയവനെ വെറുതെ വിടാൻ പറ്റില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇസ്ബിറു യാ ഉമർ, ഉമറേ നീയും നടങ്ങി നിൽക്ക, നീയും നടങ്ങി നിൽക്ക. എല്ലാവരും പ്രതീക്ഷിച്ചു എനിക്ക് മരിക്കേണ്ടി വരും. സുമാമ തന്നെ പറയുകയാണ്, മരിക്കേണ്ടി വന്നാൽ അതെങ്കിലും ചെയ്തിട്ട് വേണം മരിക്കാൻ എന്ന രീതിയിലാണ് ഞാനത് പ്രവർത്തിച്ചത്. മരിക്കുകയാണെങ്കിൽ എന്റെ ശത്രുവിന്റെ മുഖത്തൊന്ന് കാർക്കിച്ചു തുപ്പിയിട്ടെങ്കിലും എനിക്ക് മരിക്കണമെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്ത് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. ശാന്തിയോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ, പാരസ്പര്യത്തോടെ ഞങ്ങളെ ജീവിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിച്ച മതത്തിന്റെ പ്രബോധകനായ ഹബീബ്. ആ ഹബീബ് പറയുകയാണ്, എങ്കിലോ സുമാമ നിനക്കുള്ള വിധി ഞാൻ നൽകുകയാണ്, നിനക്കുള്ള വിധി ഞാൻ നൽകുകയാണ്, നിനക്കുള്ള വിധി ഞാൻ പുറപ്പെടുവിക്കുകയാണ്. എന്താണ് എന്റെ വിധിയെന്നോ? ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിലൊരു കീർത്തനമില്ല മോനെ. കത്തബയ്യന റുസ്ദു മിനൽ ഗയ്യ, സത്യവും അസത്യവും ഇവിടെ വേർതിരിക്കപ്പെട്ട് കിടപ്പുണ്ട്. നിനക്കും അല്ലാഹു ചിന്താശക്തി നൽകിയിട്ടുണ്ട്, നിനക്കും അല്ലാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്, നിനക്കും ആവശ്യമുള്ള ചിന്തിക്കാനുള്ള അവസരം അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് ഞാനും ഇവിടെ അനുവദിച്ചു തന്നിട്ടുണ്ട്. നിന്റെ ചിന്തകളിൽ അത്തരം ഒരാശയം നന്മയായി തോന്നുന്നില്ലെങ്കിലോ കടന്നു പോയിക്കൊള്ളൂ. സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവനെ അഴിച്ചു വിട്ടേക്കൂ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, അവനെ വെറുതെ വിട്ടേക്കൂ. വെറുതെ വിട്ടപ്പോഴോ അമ്മ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് പോകാൻ പേടിയുണ്ടാകും, എനിക്ക് ഇവിടുന്ന് പോകാൻ പേടിയാണ് മുഹമ്മദേ. നിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നത് നിന്റെ അനുയായികൾ കണ്ടിട്ടുണ്ട്. ആ അനുയായികളിൽ നിന്ന് ഈ വാർത്ത വളരെ തീക്ഷണമായിട്ട് പരക്കുകയാണ്. ഈ മദീനയുടെ തെരുവീതികളിലൂടെ ഞാൻ നടന്നു പോകുമ്പോ നിന്നെ സ്നേഹിക്കുന്ന, നിന്നോട് ആദരവുള്ള, നിന്നോട് ബഹുമാനമുള്ള നിന്റെ അനുയായികൾ എന്നെ അപായപ്പെടുത്തുമോ എന്നെനിക്ക് ഭയമുണ്ട്. അതുകൊണ്ട് എനിക്ക് സെക്യൂരിറ്റി വേണം, എനിക്ക് എസ്കോർട്ട് വേണം മുഹമ്മദേ.
സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബിനെയും സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബിനെയും വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അവനെ അതിർത്തി കടത്തി വിടണേ. നോക്കണേ നിങ്ങള്, അതിർത്തി കടക്കുന്നത് വരെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഏറ്റവും കരുത്തരായ സോൾജിയേഴ്സിനെ, ഏറ്റവും കരുത്തരായ പട്ടാളക്കാരെ കാവല് നിർത്തിയിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ പറഞ്ഞയച്ചിട്ടോ പ്രിയമുള്ളവരെ, ആ അതിർത്തി അങ്ങ് കടക്കുന്നത് വരെ സുമാമ പറയുകയാണ്, അതിർത്തി കഴിയുന്നത് വരെ എനിക്ക് മനസ്സിൽ ഭയമുണ്ട്. കാരണം ഉമറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അലിയെ കുറിച്ച് എനിക്ക് അറിവുള്ളതാണ്, അവരിരുവരെയും എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. പലപ്പോഴും മക്കയിലേക്ക് ബിസിനസിന് വേണ്ടി വരുമ്പോ പല ആളുകളും അവരെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആ നിലയ്ക്ക് ഈ യാത്രയിൽ എവിടെയെങ്കിലും മുഹമ്മദിന്റെ വാക്കുകൾ ധിക്കരിച്ചിട്ട് അവരെന്നെ കശാപ്പു ചെയ്യുമെന്നു തന്നെ ഞാനങ്ങ് നനച്ചുപോയി. പക്ഷേ മദീനയുടെ അതിർത്തി കഴിഞ്ഞു, ഒരല്പവും കൂടി എന്നെ മുന്നോട്ടാക്കിയിട്ട് ആ രണ്ട് സോൾജിയേഴ്സും തിരിച്ചു പോയപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത ചിന്ത കടന്നുകൂടി. എനിക്ക് എന്തോരു മതമാണിത്, ഇതെന്തൊരു നേതാവാണ്, ഇതെന്തൊരു അനുയായികളാണ്, ഇതെന്തൊരു ഭരണഘടനയാണ്, ഇതെന്തൊരു ഉത്തരവാണ്, ഇതെന്തൊരു അംഗീകാരമാണ്. എന്റെ മനസ്സിൽ അതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചെറുവണം നടക്കുകയാണ്. കുറച്ചു ദൂരം അങ്ങ് നടന്നപ്പോ തൊട്ടടുത്തുള്ള ഒരു ജലാശയത്തിന്റെ അടുക്കലെത്തിയപ്പോ അവിടുന്ന് നല്ല തെളിനീര് കുടിച്ചിട്ട് അവിടെ ഒരല്പസമയം വിശ്രമിച്ചിട്ട് ഈ പ്രത്യയശാസ്ത്രത്തെ കുറിച്ച്, അതിന്റെ പ്രചാരകനായ മുഹമ്മദുർ റസൂലുള്ളാഹിയെ കുറിച്ച് ഞാനങ്ങ് ചിന്തിച്ചിട്ടോ ഞാൻ തിരിച്ചതാ നടക്കുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാഹ്. അള്ളാന്റെ റസൂലിന്റെ സമീപത്തേക്ക് കടന്നു ചെന്നു. ഞാൻ അവിടെ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ടിക്കറ്റ് എടുത്തു. സംഭവബഹുലമായ ഈ ചരിത്രം ഉദ്ധരിച്ചിട്ട് മഹാന്മാര് പറയുകയാണ്, അള്ളാന്റെ റസൂലിന്റെ ആ ഒരൊറ്റ പെരുമാറ്റമാണ് യമാമ എന്ന രാജ്യത്ത് വിശുദ്ധ ഇസ്ലാമിന് മാറ്റം കൊടുത്തത്. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കടന്നു ചെന്നു മുസ്ലിമായ സുമാമ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി, അതല്ല ഉംറക്ക് വേണ്ടി ചെല്ലുമ്പോ അള്ളാന്റെ റസൂലിനോട് സമ്മതം ചോദിച്ചു, നബിയേ, എന്റെ വാള് ഞാൻ മുമ്പെടുത്തത് നിങ്ങളെ കൊല ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തുകൊണ്ടാണ്, അങ്ങനെ നേർച്ച നേർന്നുകൊണ്ടാണ് എന്റെ വാള് പുറത്തെടുത്തത്. ഇന്ന് ഞാൻ മുസ്ലിമാണ്, എന്റെ വാളെന്റെ കയ്യിലുണ്ട്, ആ പ്രതിജ്ഞ ഞാൻ അങ്ങയുടെ ശത്രുക്കൾക്ക് നേരെ നിറവേറ്റട്ടെയോ നബിയേ. അള്ളാന്റെ റസൂല് പറയുന്നത്, മോനെ, ഈ വിശുദ്ധ ഇസ്ലാം അക്രമങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നിന്റെ ഇഷ്ടം പോലെ ആരെയും കൊന്നൊടുക്കാനുള്ള പെർമിറ്റ് അത് വിശുദ്ധ മതത്തിലില്ല. അതുകൊണ്ട് നീ നിന്റെ വാള് നിന്റെ ഉറയിലേക്ക് തന്നെ ഇട്ടിട്ട് ശാന്തമായിട്ട് മക്കയിലേക്ക് പോയിക്കോ. അവിടെ ചെന്നിട്ട് സ്വീകാര്യയോഗ്യമായ ഉംറ നിർവഹിച്ചോ, തവാഫ് നിർവഹിച്ചോ, സഅയ് നിർവഹിച്ചോ, എന്നിട്ട് ശാന്തമായിട്ട് തിരിച്ചു വന്നോ. സുമാമ മക്കയിലേക്ക് ചെന്നു. സുമാമ മക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോഴോ സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സംഭവമല്ലേ ഇത്. സുമാമ മക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോ ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. സുമാമ ഉറക്ക എങ്ങനെ വിളിക്കുകയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. തൽബിയത്ത് ഉറക്ക എന്ന് ചൊല്ലുകയാണ്. ചരിത്രകാരന്മാര് പറയുന്നു, ലോകത്ത് തൽബിയത്ത് ഉച്ചരിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഇന്ന് നമ്മൾ ഹജ്ജാജിമാര് ഉംറ നിർവഹിക്കുന്നവര് കഅബത്തിന്റെ പരിസരത്തേക്ക് കടന്നു ചെല്ലുമ്പോ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് കടന്നു ചെല്ലുന്നതിന്റെ ഒന്നാമത്തെ രീതിശാസ്ത്രം ഉറക്ക തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ആദ്യമായിട്ട് മക്കയിലേക്ക് കടന്നു വന്നത് സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു അവരാണെന്ന് ചരിത്രം പറയുന്നു. അറബികളാകെ പ്രശ്നത്തിലായി, ഖുറൈശികൾക്ക് വല്ലാത്ത വിഷമമായി. ഇന്നലെ വരെ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയതവരല്ലേ, അവരല്ലേ ഇന്ന് ഈ ചെയ്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂല് അവരോട് കാരുണ്യം ചെയ്തതുകൊണ്ട്, അവരോട് തിരിച്ചൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട്, വാളെടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് സുമാമ എന്ത് ചെയ്തുവെന്നോ, സുമാമ അവിടെ വെച്ചിട്ട് ആ സുമാമയോട് എതിരിടാൻ വന്ന ഖുറൈശികളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയാണ്,
ഞാൻ നിങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയാണ്. എനിക്കറിയാം നിങ്ങളെ പാഠം പഠിപ്പിക്കാൻ. നിങ്ങളിലേക്ക് ഭക്ഷണമായ ഗോതമ്പ് വരുന്നത് എന്റെ നാട്ടിൽ നിന്നാണ്, എന്റെ നാടായ യമാമയിൽ നിന്നാ നിങ്ങൾക്ക് റേഷൻ വരുന്നത്. ആ റേഷൻ ഞാൻ മുടക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ആ റേഷൻ മുടക്കിയിട്ട് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഖുറൈശികൾ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോ അവർക്കറിയാം സുമാമയെ തിരുത്താൻ, സുമാമയെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അവര് നേരെ സുമാമയുടെ അടുക്കലേക്കല്ല പോകുന്നത്, മറിച്ച് മദീനയിലേക്ക് കടന്നു ചെന്നു. അള്ളാന്റെ റസൂലിന്റെ സവിധത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഓ മുഹമ്മദേ, ഞങ്ങൾ നിന്റെ കുടുംബക്കാരാണ്, ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും പ്രയാസപ്പെടുകയാണ്, ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാ. അതുകൊണ്ട് സുമാമയോട് ഉപരോധം പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞപ്പോ ചരിത്രമറിയാത്തവരല്ല അവര്. അവർക്കറിയാം മുഹമ്മദിനെ ശുഅബ് അബീ ത്വാലിബിലേക്ക് പടച്ച പിണ്ടം വെച്ച് പുറത്താക്കുകയും ഭക്ഷണം നിഷേധിക്കുകയും ചെയ്തിട്ട്, വെള്ളം പോലും നിഷേധിക്കുകയും ചെയ്തിട്ട്, ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയെ ഗർഭം ധരിച്ച ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അടക്കമുള്ള അവിടുത്തെ കുടുംബം ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ്. ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല, ഒരൽപ്പം ഭക്ഷണം കിട്ടുന്നില്ല. ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം കള്ളിമുൾ ചെടികൾ ചവച്ചരച്ചുകൊണ്ടാണ് ഗർഭിണിയായ ഖദീജത്തുൽ കുബ്ര ഫാത്തിമത്തു സുഹ്റയെ ഗർഭം ധരിക്കുന്നതെന്ന് ചരിത്രം ഉദ്ഘോഷിക്കുമ്പോ, പ്രിയമുള്ളവരെ, ആ കാട്ടാളത്തമൊക്കെ തങ്ങളോട് കാട്ടിയ അനുയായികള് ഖുറൈശികൾ കടന്നു വന്ന് മുത്തുനബിയോട് ഇത് പറയുമ്പോ നബിക്ക് പറയാമായിരുന്നില്ലേ, മക്കളെ, ഭക്ഷണം കിട്ടാത്തതിന്റെ വിഷമം നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നതല്ലേ, അതിന് പകരം നിങ്ങൾക്ക് ലഭിച്ചതല്ലേ? അത് പറഞ്ഞില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തുവെന്നോ, കതബ ഇലാ സുമാമത്ത് ബിൻ ഉസാൽ, സുമാമത്ത് ബിൻ ഉസാലിനുള്ള കത്തെഴുതിയിട്ട് അത് ഖുറൈശികളുടെ കൈവശം തന്നെ കൊടുത്തയക്കുകയാണ്. മിൻ മുഹമ്മദുർ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, നിന്റെ ഉപരോധം ഞാനിതാ റദ്ദ് ചെയ്തിരിക്കുന്നു, നിന്റെ ഉപരോധം ഞാനിതാ റദ്ദ് ചെയ്തിരിക്കുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വരാത്തതിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ഭക്ഷണം അത് അല്ലാഹുവാണ് നൽകുന്നത്, വെള്ളം നൽകുന്നത് അല്ലാഹുവാണ്, വായു നൽകുന്നത് അല്ലാഹുവാണ്, നിഅമത്തുകളൊക്കെയും അല്ലാഹുവിൻ്റെതാണ്. അത് നിഷേധിച്ചുകൊണ്ട് ഒരു ഇസ്ലാമികമായ പീഡനം അതിവിടെ ഇല്ലേ ഇല്ല. ചരിത്രം പഠിക്കണം പ്രിയമുള്ളവരെ. ഞാനൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, അത്തരത്തിൽ മനസ്സുറച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ അനുയായികളായിട്ടുള്ളത്. ആ ഇസ്ലാമിന്റെ അനുയായികൾക്ക് ഐഡന്റിറ്റി കാർഡ് നൽകാമെന്ന് പറയുമ്പോഴേക്ക്, അതല്ലെങ്കിൽ വോട്ട് ചേർക്കാമെന്ന് പറയുമ്പോഴേക്ക്, അതല്ലെങ്കിൽ സബ്സിഡി നൽകാമെന്ന് പറയുമ്പോഴേക്ക് ഗർവാപ്പസി നടക്കുമെന്നാരെങ്കിലും വ്യാമോഹിച്ചുവെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ഭയമേ ഇല്ല. മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചവര് അവരൊരിക്കലും തന്നെ പുറത്തു പോകുമെന്ന ഭയം ഞങ്ങൾക്കില്ല. ഇനി ആരെങ്കിലും അങ്ങനെ തൊപ്പിയിട്ടിട്ട് പൊട്ടും ധരിക്കാൻ കൂട്ടാക്കിയെങ്കിൽ അവരെ ഒട്ടും മതത്തിന് ആവശ്യവും ഇല്ല. അത്തരത്തിൽ ദൗർബല്യമുള്ള മനസ്സുകളെ മതത്തിന് ആവശ്യമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ആരും ഇവിടെ നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. കത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, സത്യവും അസത്യവും ഇവിടെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. നന്മയുടെ വഴിത്താരയിലൂടെ കടന്നുപോയവരാരോ അവർക്ക് സ്വർഗമുണ്ട്, തിന്മയുടെ വഴിത്താരയിലൂടെ കടന്നുപോയവരാരോ അവർക്ക് നരകമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതാണ് ഞങ്ങൾക്കും ഇവിടെ പ്രഖ്യാപിക്കുവാനുള്ളത്. ഞാൻ എന്തിനെ ഈ ചരിത്രം പറഞ്ഞത്? പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള യുവാക്കളെ, നമ്മൾ മതത്തെ കുറിച്ച് പഠിക്കണം. ആ മതത്തിന്റെ അനുയായികൾ എന്ന നിലക്ക് എന്റെ പ്രിയമുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്തെന്ത് പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്? ഒരു മഹൽ എന്ന നിലക്ക് നമ്മൾ ജീവിക്കുമ്പോ ആ മഹല്ലത്തിൽ ഒരു 100 150 വീടുകൾ അല്ലെങ്കിൽ ഒരു 60 70 വീടുകൾ ഉണ്ടാകുമ്പോ അവിടെ ചിട്ടയൊത്ത മതപ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ മദീനയിലെ ഒന്നാമത്തെ മഹൽ ഏതാണ്? ഇസ്ലാമിന്റെ പ്രഥമ മഹല്ല് യൂണിറ്റ് അത് മസ്ജിദുൻ നബവിയും പരിസരവുമാണ്.
ആ മസ്ജിദുൻ നബവിയും പരിസരവുമാണ്. ആ മസ്ജിദുൻ നബവിയുടെ പരിസരത്തോ അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്നത് ആ മഹല്ലിന്റെ ജീവനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊരു രാജ്യമാണ്, ഒരേ സമയത്ത് ഒരു മഹല്ലാണ്, ജുമുഅ നടക്കുന്ന പള്ളിയാണ്. ആ പള്ളിയുടെ പരിസരങ്ങളിൽ ജീവിക്കുന്നവരുടെ സകലമാന പ്രവർത്തനങ്ങളുടെയും എല്ലാ കോർഡിനേഷനും നടക്കുന്നത് ആ പള്ളിയിൽ വെച്ചാണ്. അവിടെ ഇസ്ലാമികമായ നിസ്കാരം മാത്രമല്ല നടക്കുന്നത്. നമുക്കും പ്രിയമുള്ളവരെ, ഈ കൊച്ചു പ്രദേശത്തൊരു പള്ളിയുണ്ട്, ഒരു മഹല്ലുണ്ട്. ആ മഹല്ലിന്റെ സംരക്ഷകരായി, ആ മഹല്ലിന്റെ നടത്തിപ്പുകാരായി അവിടെ ഇസ്ലാമിക നേതൃത്വം കൊടുക്കാൻ, ഇസ്ലാമികമായ ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് ആ പള്ളിയിൽ ഉസ്താദുണ്ട്. ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൃത്യമായ വിവരമുള്ള ഒരു ആലിമിനെ ആ പള്ളിയിൽ ജോലിക്കാരനായിട്ട് നമ്മൾ വെക്കുമ്പോ അദ്ദേഹം ചെയ്യുന്നത് കേവലം ഒരു ജോലിയല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരുന്ന് ചെയ്തതിന്റെ പ്രാതിനിധ്യമാണ്. അവിടുത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് പള്ളിയിലെ ഉസ്താദ് പ്രവർത്തിക്കുന്നത്. ആ ഉസ്താദിന്റെ കൂടെ ഭാരവാഹികളായി പള്ളിയുടെ കമ്മിറ്റിക്കാരുണ്ടെന്ന് പറയുമ്പോ കാര്യങ്ങളിൽ മുഷാവറ നടത്താൻ സിദ്ദീഖുൽ അക്ബറിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ, അബൂ അയ്യൂബുൽ അൻസ്വാരിയെ പോലെ, സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെ, അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെ ചെറുതും വലുതുമായ കമ്മിറ്റിക്കാർ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹല്ലിലുള്ളതുപോലെ ഈ കിഴക്കേ പടിഞ്ഞാറ് അപ്പൊ വടക്ക് എന്ന് പറയാൻ മലയാളം, ഇപ്പൊക്കെ മലയാളം പറയാൻ കിട്ടൂല. എന്ന് പറഞ്ഞു എല്ലാം വന്നപ്പോ തന്നെ ഞാൻ ചോദിച്ചു, അവിടെ ഒരു കോയക്കൂട്ടൂരുണ്ട്, ഇവിടെ ഒരു കോയക്കൂട്ടൂരുണ്ട്, ഏതാന്ന് ചോദിച്ചു. പണ്ടൊക്കെ ഞാൻ സാധാരണ ഇങ്ങോട്ട് വിരുന്ന് വരുന്ന സമയത്ത് വാപ്പ ഇല്ല. ഇപ്പൊ അങ്ങനെയാണ് മലയാളം പഴയ പടിയായിട്ട് ഇങ്ങനെ ഒഴിവാക്കി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷമീം മൈക്ക് വിട്ടതാണോ? ഷമീം കേൾക്കുന്നുണ്ടോ? ഷമീം മൈക്ക് വിട്ടതാണോ? മൈക്ക് പോയതൊന്നും അറിയില്ല. ഷമീമിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ, ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും വെയിറ്റ് ചെയ്യാം, ഉടനെ വരും ഇൻഷാ അല്ലാഹ്. ക്ലബ്ബുകൾ രൂപീകരിക്കപ്പെട്ടപ്പോ അവിടെയുള്ള പാവപ്പെട്ടവർക്ക്, അവിടെയുള്ള ദയർഹിക്കുന്ന രോഗികൾക്ക്, പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കുവാൻ വേണ്ടി ആവശ്യമായ സംവിധാനങ്ങള് എല്ലാം ഇവിടെ ഒരുക്കിയെന്നറിഞ്ഞു. സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, അത് മാത്രം പോരാ. അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നത് വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ പരാജയപ്പെടുകയാണ്, അവർ പരാജയത്തിലേക്ക് പോവുകയാണ്. ഇല്ലല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകൾ ഒഴികെ. അല്ലാഹുവിനെയും അവിടുത്തെ ഹബീബിനെയും
അല്ലാഹുവിന്റെ ഖുർആൻ ഒന്നാമതായി പറയുകയാണ്, അള്ളാഹുവിനോടുള്ള വിശ്വാസവും ഹബീബിനോടുള്ള വിശ്വാസവും വേണ്ടതുപോലെ ഉറക്കാത്തവര് അവര് പരാജയത്തിൽ നിന്ന് മുക്തി നേടൂല്ല. അവരെന്തൊക്കെ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. അവരേതൊക്കെ സമ്മേളനങ്ങൾ നടത്തിയത് കൊണ്ട് വായില്ല. അവരെത്ര തന്നെ ഖുർആന് മാത്രം പഠിച്ചാലും ഖുർആനും ഹദീസും കൂട്ടിപ്പടിച്ചാലും ഖുർആനിന്റെ സ്റ്റഡി സെന്റർ സ്ഥാപിച്ചാലും ഖുർആന് ഹദീസ് ലേണിംഗ് സെന്റർ സ്ഥാപിച്ചാലും അവരുടെ വിശ്വാസത്തിന്റെ വഴികളിൽ നിന്ന് അവരകന്നുപോയാൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യതയില്ല. സുബ്ഹാനല്ലാഹ്. എന്റെ നാട്ടിൽ ഇതിന്റെ അടുത്ത് നമ്മുടെ വിഭാഗത്തിന്റെ ഒരു പ്രോഗ്രാം അവർക്കൊക്കെ കലാസാഹിത്യ മത്സരപ്പടുത്തൊക്കെ നടക്കലുണ്ട്. അതിന്റെ പേരിൽ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് അള്ളാഹുവിനെ കുറിച്ച് അപഗ്രഥിക്കാൻ വേണ്ടി ഉപന്യാസം എഴുതാൻ വേണ്ടി കൽപ്പിച്ചപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തിരിച്ചു ചോദിച്ചത്രയും 1987 അള്ളാഹിനെ കുറിച്ചാണോ എഴുതേണ്ടത്, 93 അള്ളാഹിനെ കുറിച്ചാണോ, 2005 അള്ളാഹിനെ കുറിച്ചാണോ, 2013 അള്ളാഹിനെ കുറിച്ചാണോ എഴുതേണ്ടത്? ഇല്ലാത്ത അള്ളയാണ്. 95 എത്തിയപ്പോഴേക്ക് കൈ മുളച്ചിട്ടുണ്ട്, കുറച്ചും കൂടി കഴിഞ്ഞപ്പോ കാല് മുളച്ചിട്ടുണ്ട്, പിന്നെ കയ്യും കാലൊക്കെ എവിടെ പോയിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പൊ ഏത് അള്ളാഹിനെ കുറിച്ചാന്ന് അറിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എഴുതാലോ എന്ന് വിചാരിച്ചു. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്, ആ ഹബീബിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ഒന്നാമത് ഉറക്കേണ്ടത്. ആ ഹബീബിനെ കുറിച്ചുള്ള വിശ്വാസം എന്ന് പറയുമ്പോഴോ ആ ഹബീബിനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്, അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് കൽപ്പിച്ചത് ആ ഹബീബിന്റെ പഠനങ്ങളെ അവിടുത്തെ സ്വഹാബത്തിലൂടെ കണ്ടുപഠിക്കണമെന്നാണ്. ആ സ്വഹാബത്തിലൂടെ കണ്ടുപഠിച്ചുകൊണ്ട് സ്വഹാബത്തിനെ കൂടി ഉൾക്കൊള്ളുന്ന പൂർണ്ണമായ ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്നാണ്. വിശ്വാസ സംഹിതയിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. ആ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് എന്താണോ നമുക്ക് പകർന്നു തന്നത്, അല്ലാഹു എന്താണോ ഹബീബിന് പകർന്നു കൊടുത്തത്, ഹബീബ് എന്താണോ സ്വഹാബത്തിന് പകർന്നു കൊടുത്തത്, സ്വഹാബത്ത് എന്താണോ അവിടുത്തെ താബിഈങ്ങൾക്ക് പകർന്നു കൊടുത്തത്, ആ പകർന്നു നൽകപ്പെട്ട യഥാർത്ഥമായ ഇസ്ലാമിക സംവിധയെ, ആ വിശ്വാസധാരയെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിന്നെയോ വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ രണ്ടാമതായിട്ട് അവർ ചെയ്യേണ്ടത് വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നാണ്. പ്രിയമുള്ളവരെ, സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോ ഒരുപക്ഷെ എന്റെ ചെറുപ്പക്കാർ ചിന്തിക്കും, പള്ളിയിലെ ഉസ്താദുമാർക്കാകുമ്പോ കുഴപ്പമില്ല, ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് പള്ളിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് തസ്ബീഹ് ചൊല്ലി തഹ്ലീൽ ചൊല്ലി അങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. തസ്ബീഹും തഹ്ലീലും ഒക്കെ ചൊല്ലി തഹജ്ജുദ് നിസ്കരിച്ച് ദുഹാ നിസ്കരിച്ച് വിത്ർ നിസ്കരിച്ച് എല്ലാ നിസ്കാരങ്ങളും നിർവഹിച്ച് നോമ്പുമെടുത്ത് ദിക്റും ചൊല്ലി അദ്കാറുകളുമായി കൂടിയാൽ മതി, ഞങ്ങൾക്ക് എങ്ങനെ അതിന് കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? വിശുദ്ധ ഇസ്ലാം നിങ്ങളോട് പറയുന്നത് അത്തരത്തിൽ നിങ്ങളെല്ലാവരും ആകണമെന്നല്ല, ആയിക്കൂടെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവര് മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന ഒരു മാനദണ്ഡം വിശുദ്ധ ഇസ്ലാമിലില്ല. പിന്നെയോ വഅമിലുസ് സ്വാലിഹാത്ത് എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോ, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോ നമ്മുടെ മനതലത്തിലുള്ളതെന്താ? നമ്മൾ നിസ്കരിക്കുന്നവരാണെന്നല്ലേ? 5 നേരം ഞാൻ നിസ്കരിക്കുന്നുണ്ട്, കൃത്യമായി നിസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോ നമ്മളൊക്കെ ചിന്തിച്ചു പോവുകയാണ്, അൽഹംദുലില്ലാഹ് ഞാനിപ്പോ ഇതൊക്കെ നന്നായിട്ടുണ്ട്. കാരണം എന്താ? ഇപ്പൊ കുറെ കാലമായിട്ട് എനിക്ക് സുബഹി ഖളാ ഇല്ല, കുറെ കാലമായിട്ട് ഞാൻ സുബഹി ഖളാ ആക്കിയിട്ടില്ല, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊക്കെ നല്ലവനാണ്. അവനോ ഓനുണ്ടായിട്ട് പള്ളിക്ക് തന്നെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ചിന്തയാണ് പലപ്പോഴും, എന്റെ സഹോദരിമാരെ സഹോദരങ്ങളെ, നമ്മുടെ ചിന്തയാണത്. ഞാൻ ചോദിക്കട്ടെ, വഅമിലുസ് സ്വാലിഹാത്ത് എന്ന് പറയുമ്പോ, സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോ അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങളാകണ്ടയോ? ഒരൊറ്റ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. ഞാൻ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിസ്കാരത്തെ കുറിച്ച് പരാമർശിച്ചപ്പോ ഒരു മഹല്ല് വിചാരത്തിൽ അനിവാര്യമായത് കൊണ്ട് പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ തവല്ലഅ, ഒരാൾ വുളൂ ചെയ്തു, ഫഅഹ്സനൽ വുളൂ, അവന്റെ വുളൂഇനെ അവൻ വളരെ നന്നായിട്ട് നിർവഹിക്കുകയും ചെയ്തു.
ഐ ഫഅതമ്മൽ വുളൂഇനെ പൂർണ്ണമായി ചെയ്തുവെന്നാ പറയുന്നത്. പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മൾ ആലോചിക്കണം. ഇന്ന് മഗ്രിബ് നിസ്കരിച്ചിട്ടാ നിങ്ങൾ എന്റെ സദസ്സിലേക്ക് കടന്നു വന്നത്. ഞാനും നിങ്ങളും മഗ്രിബ് നിസ്കരിച്ചിട്ടാണ് ഈ സദസ്സിലിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളോടൊന്ന് ചോദിച്ചേ, ഒരാത്മവിചാരം നമ്മളൊന്ന് നടത്തി നോക്കിയേ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? വുളൂ നിർവഹിച്ചുവെന്ന് പറയുമ്പോ ഒരു സമ്പൂർണമായ വുളൂഇലേക്ക് നമ്മൾ ആരെങ്കിലും കടന്നു വന്നോ? വുളൂഇന്റെ ഒന്നാമത് സുന്നത്തുകൾ എണ്ണുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്, വുളൂ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നൊന്ന് ചൊല്ലണമെന്നാണ്. അതിന്റെ മുമ്പേ വുളൂഇന്റെ സുന്നത്തുകൾ നിർവഹിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യണമെന്നാണ്. നമ്മളിൽ എത്ര പേര് നിർവഹിച്ചിട്ടുണ്ട്? ഉമ്മമാരെ ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേര് അഊദു ചൊല്ലിയിട്ട് വുളൂ എടുത്തിട്ടുണ്ട്? ബിസ്മി ചൊല്ലിയിട്ട് വുളൂ എടുത്തിട്ടുണ്ട്? അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. വളരെ കൃത്യമായ ദിക്ർ വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ പഠിച്ചു വെച്ചുവല്ലോ. നമ്മൾ എത്ര പേര് ഇന്നത് ഉച്ചരിച്ചിട്ടുണ്ട്? നമ്മളിൽ എത്ര പേർക്ക് അത് ഉച്ചരിച്ചുകൊണ്ട് വുളൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ആ ഒരൊറ്റ ദിക്ർ നമ്മൾ ചൊല്ലുമ്പോഴേക്ക് പ്രിയമുള്ളവരെ, ഒരുപാട് സ്വതക്ക കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ, ഒരുപാട് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ആത്മവിചാരം ചെയ്യുമ്പോ നിസ്കരിക്കുന്ന ഒരൊറ്റ നിസ്കാരം, അത് ഫർള് നിസ്കാരം മാത്രമാണെങ്കിൽ പോലും ആ ഒരൊറ്റ നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ വുളൂ എടുക്കുമ്പോ ആ വുളൂഇൽ മാത്രം മുൻകൈ കഴുകുന്നതിന്റെ മുമ്പ് ഒരു നിയ്യത്ത് ചെയ്യുക എന്ന സുന്നത്തുണ്ട്. അഊദു ചൊല്ലുക എന്ന രണ്ടാമത്തെ സുന്നത്തുണ്ട്. ബിസ്മില്ല ചൊല്ലുന്ന മൂന്നാമത്തെ സുന്നത്തുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്ന ദിക്റടക്കം 7 സുന്നത്തുകൾ അവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. വാക്കുകൊണ്ടുള്ള 7 സുന്നത്തുകളുണ്ട്. അതോടൊപ്പമാണ് മുൻകൈ കഴുകേണ്ടത്. ഈ 7 സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരത്തില് നമുക്ക് നിർവഹിക്കേണ്ടത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ സഹോദരി, നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ എത്ര നഷ്ടപ്പെട്ടു പോയി. 7 സുന്നത്തുകൾ ഞാൻ എണ്ണിയത് മുൻകൈ കഴുകുന്ന സമയത്ത് മാത്രമാണ്. ഒരു സുന്നത്തിന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഹബീബിന്റെ ഓഫർ ഒരു സുന്നത്തിന് 10 പ്രതിഫലം നൽകുമെന്നാണ്. 10 പ്രതിഫലം നൽകുമെന്നാണ്. ഒരൊറ്റ സുന്നത്തിന് 10ന്റെ ഓഫർ നൽകുന്ന ഹബീബ് ഒരൊറ്റ നിസ്കാരത്തില് ആദ്യം ചെയ്യുന്ന വുളൂഇന്റെ ആദ്യത്തെ അംഗമായ മുൻകൈയില് അത് കഴുകുമ്പോ മുൻകൈ കഴുകുന്നതോടൊപ്പം ചെയ്യേണ്ട 7 സുന്നത്തുകളെ ഇന്നിന്റെ മഗ്രിബില്, ഇന്നിന്റെ അസ്റില്, ഇന്നിന്റെ ളുഹറില്, കാലത്തു ചെയ്ത സുബ്ഹ് നിസ്കാരത്തില് നഷ്ടപ്പെടുത്തിയോ മുഅ്മിനീങ്ങളെ? ഉമ്മമാരെ, നമ്മൾ നഷ്ടപ്പെടുത്തിയോ? 70 സുന്നത്തുകളാ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. വുളൂഇല് മാത്രം എത്ര സുന്നത്തുകള്! അതേ ദിക്ർ തന്നെ മുഖം കഴുകുമ്പോൾ ചൊല്ലാനില്ലേ? അതേ ദിക്ർ തന്നെ പ്രിയമുള്ളവരെ നമ്മൾ വുളൂ കഴിഞ്ഞിട്ട് 2 കൈയും കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ആവർത്തിച്ചു വരുന്നില്ലേ? നമ്മൾ ഇതറിവുള്ളവരാണ്, പറയുന്നവരാണ്, പക്ഷേ കർമ്മപദത്തിൽ അത് കൊണ്ടുവന്നില്ല. കർമ്മപദത്തിലേക്ക് അത് കൊണ്ടുവന്നില്ല. ആ ഒരൊറ്റ ദിക്ർ കൊണ്ട് 15ഓളം സുന്നത്തുകൾ വുളൂഇൽ മാത്രം എടുക്കാം. 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി 5 വുളൂ എടുക്കുമ്പോ 75 സുന്നത്തുകളാ നമ്മൾ നഷ്ടപ്പെടുത്തിയത്. 75 സുന്നത്തുകൾക്ക് 750 സുന്നത്തിന്റെ പ്രതിഫലമാണ് ഏറ്റവും ചുരുങ്ങിയത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്തത്. പറയൂ മുഅ്മിനീങ്ങളെ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ 10,000 ഉണ്ടായിരുന്നെങ്കിൽ സംഭാവന കൊടുക്കാമെന്ന് പറയുമ്പോ, ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ പദയാത്രയ്ക്ക് പോകാമെന്ന് പറയുമ്പോ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, പള്ളികളിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതിന്റെ കൂലിയെ കുറിച്ചല്ല നിങ്ങൾ വാചാലരാകേണ്ടത്. എന്തേ നമുക്ക് പോയി കൂടാത്തതെന്നതിനെ കുറിച്ചല്ല നിങ്ങൾ വാചാലരാകേണ്ടത്. പിന്നെയോ, നിങ്ങളുടെ വീടിന്റെ കത്തളത്തിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ എത്രയാ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്? 750 പ്രതിഫലത്തെ ഒരൊറ്റ ദിവസമാ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള നിസ്കാരം ഒരു 10 വർഷം നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ നാളെ മഹ്ശറാലോകത്ത് കടന്നു വന്നിട്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ പരിപക്വമായ പ്രവർത്തനങ്ങള്, അപക്വമായ പ്രവർത്തനങ്ങള്, ഇത് രണ്ടും ഒരുപോലെ അളന്നു തൂക്കുന്ന മീസാനിലേക്ക് നമ്മുടെ നന്മ
വെക്കുമ്പോ പ്രിയമുള്ളവരെ, ഒരൊറ്റ വുളൂഇന്റെ ദിക്ർ കൊണ്ട് എത്രയാ നമുക്കവിടെ നമ്മുടെ മീസാന് കനം തൂങ്ങുന്നത്. പഴയകാലത്തെ ഉമ്മമാരും ഉപ്പമാരും അങ്ങനെയാ. എന്റെ പ്രിയപ്പെട്ട മാതാവ് ഇന്ന് 74 വയസ്സ് പ്രായമുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇന്നും വുളു എടുക്കുന്ന സമയത്ത് ആ കിണ്ടിയിൽ നിന്ന് വുളു എടുത്തിട്ട് കാലിന്റെ ചുവട്ടിൽ ആ പാത്രം അങ്ങ് വെച്ചിട്ട് 2 കൈയും മേലോട്ട് ഉയർത്തിയിട്ട് അൽഹംദുലില്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. ഈ കൃത്യമായ പ്രാർത്ഥന ഇന്നും കൈ ഉയർത്തിയിട്ട് നിർവഹിക്കുമ്പോ, ഓ പ്രിയപ്പെട്ട യസ്വയ്യസുകാരാ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൽ സുന്നത്തുകൾ എടുക്കുന്ന സുന്നികളെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരികളെ, നിങ്ങൾക്ക് ഏതാനും സുന്നത്തുകളെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൂടെ? ജീവിതത്തിലേക്ക് ഇതൊന്ന് തിരിച്ചു കൊണ്ടുവന്നുകൂടെ? എന്തിനാ നമ്മൾ മറ്റുള്ളത് ആലോചിക്കുന്നത്? നമ്മുടെ നിത്യജീവിതത്തില് എടുക്കാൻ പറ്റുന്ന സുന്നത്തുകളെ കുറിച്ച്, നഷ്ടപ്പെടുത്തി കളയുന്ന സുന്നത്തുകളെ കുറിച്ച് ഒന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ലേ? ഒരു വിചാരപ്പെടലിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതില്ലേ? അങ്ങനെ നമുക്ക് വിചാരപ്പെടാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മീയ മുഖത്തെയാണ് മാറ്റിയെടുക്കുന്നത്. മഹ്ശറാ ലോകത്ത് നമ്മുടെ ജീവിതത്തെയാണ് അത് ചിട്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. പ്രവർത്തനങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. 5 നേരത്തെ നിസ്കാരം ഏറ്റവും വലിയ പ്രവർത്തനമാണ്, സൽക്കർമ്മമാണ്. അത് കൃത്യമായിട്ട് നിർവഹിക്കണമെന്നേ ഉള്ളൂ. അത് വ്യക്തമായിട്ട് നിസ്കരിച്ചാൽ, ആവശ്യമായ രൂപത്തിൽ നിസ്കരിച്ചാൽ അത് മതി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളെ, അങ്ങനെയൊന്നും നിർവഹിക്കാതെ, വുളൂഇനെ പൂർണ്ണമാക്കാതെ, റുകൂഇനെ പൂർണ്ണമാക്കാതെ, സമയം ഭയന്നുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്, എല്ലാം അല്ലാഹുവിന്റെ റസൂൽ പരാമർശിക്കുന്നുണ്ട്. അവസാനം അവിടുന്ന് പറയുകയാണ്, അതൊന്നും നിർവഹിക്കാത്ത നിസ്കാരക്കാരന്റെ നിസ്കാരം വാനലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് സുമ്മ തുലിഫ ഇലാ വജ്ഹി സ്വാഹിബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇതൊന്നും പൂർത്തിയാക്കാതെ കേവലം വുളു എടുത്തോ എന്ന് വരുത്തി തലയൊക്കെ തടവുമ്പോ, സുബ്ഹാനല്ലാഹ്, എന്റെ സ്വയസിന്റെയും SSFന്റെയും പ്രവർത്തകരെ, എന്റെ സഹോദരിമാരെ, നമ്മളൊക്കെ തല തടവുമ്പോ പലപ്പോഴും അത് മുടി മാത്രമായി മാറുകയാണ്. നമ്മുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറിപ്പോകുമോ എന്ന് വെച്ച് എത്ര ഭയന്നിട്ടാ നമ്മൾ തല തടവുന്നത്. നമ്മൾ ചെവി തടവുന്നത് എവിടെയാണ്? വെറുതെ ഒരു കാട്ടിക്കൂട്ടലുകൾ, ഉപരിപ്ലവമായ പ്രവർത്തനങ്ങളായിട്ട് നമ്മുടെ ഇബാദത്തുകൾ മാറിപ്പോയി. അങ്ങനെ വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയോ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അത്തരം നിസ്കാരക്കാരുടെ നിസ്കാരം മലക്കുകൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ ലാ യഫ്തഹു അബ്വാബസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ അവയ്ക്ക് തുറന്നു കൊടുക്കപ്പെടൂല. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നുവെന്നോ, മലക്കുകൾ അവന്റെ മുഖത്തേക്ക് തന്നെ ആ നിസ്കാരത്തെ എറിഞ്ഞു കളഞ്ഞു. അല്ലാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകാര്യ യോഗ്യമാകുന്ന രൂപത്തിൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ പ്രിയപ്പെട്ട SYSകാരുടെ സഹോദരിമാരായി വീട്ടിലിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും, നിങ്ങൾ സുന്നത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചക്ക് അനുവാദം കൊടുക്കരുത്. ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകൾ എത്രയാണോ നിർവഹിക്കാൻ കഴിയുന്നത് അത് മുഴുവനും കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയില്ലേ, നമ്മുടെ വീട്ടിലിരിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, നമുക്ക് ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്, ധാരാളം ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അവരെ എല്ലാവരെയും പരിചരിക്കുവാനും അവരോടെല്ലാം സ്നേഹത്തോടെ വർത്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതില്ലേ? ഇന്ന് നമ്മുടെ ഗ്രഹാന്തരങ്ങളിൽ നമ്മൾ അനുഭവപ്പെടുന്ന വലിയ ഒരു പ്രയാസം, നമ്മുടെ കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല, മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് തിരിച്ച് സ്നേഹം ലഭിക്കുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല. സുബ്ഹാനല്ലാഹ്, എന്റെ നാടിന്റെ അടുത്തുള്ള മരുത എന്ന് പറയുന്ന സ്ഥലത്ത് മിനിഞ്ഞാന്നാണ് ഞാൻ കേൾക്കുന്നത്, സുബ്ഹാനല്ലാഹ്, മുസ്ലിമായ 10-23 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, 3 വയസ്സോ 4 വയസ്സോ പ്രായമുള്ള ഒരു കുട്ടിയുടെ മാതാവാണ് ഒരു അന്യമതക്കാരനായ സഹോദരന്റെ കൂടെ
ഇറങ്ങിപ്പോവുകയും പിടികൂടപ്പെടുകയും ചെയ്തുവെന്ന് കേൾക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെവിടെയാണ് എത്തി നിൽക്കുന്നത്? ആ സ്ത്രീയോട് അതിന്റെ കാരണം ചോദിക്കുമ്പോ ആ പെണ്ണതിന് നൽകുന്ന മറുപടി, എന്റെ ഭർത്താവിനോട് സ്നേഹമില്ല. സ്നേഹം കിട്ടിയത് കൊണ്ടാണ് ഞാനൊരു അന്യമതസ്ഥന്റെ കൂടെ ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞുവെങ്കില്, ഓ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഓ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീകളോട് നിങ്ങൾ പെരുമാറേണ്ട രീതിശാസ്ത്രം എങ്ങനെയാണ്? ഉമ്മമാരോട് പെരുമാറേണ്ട രീതിശാസ്ത്രം എങ്ങനെയാണ്? നിങ്ങൾ ഉപ്പമാരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്? വിശുദ്ധമായ മതത്തിന്റെ ഭരണഘടനയുണ്ടല്ലോ, ആ ഭരണഘടനയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചപ്പോഴാണ്, അതിൽ നിന്ന് നമ്മൾ മാറിപ്പോയപ്പോഴാണ് വളരെ പ്രയാസമുള്ള അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വാചാലമാകാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്, നമ്മുടെ കുടുംബത്തിൽ സ്നേഹമുദ്രകൾ ചാർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഭാര്യമാരോട് സ്നേഹപൂർണമായ പെരുമാറ്റം, ഭർത്താക്കന്മാരോട് സ്നേഹപൂർണമായ പെരുമാറ്റം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹയും തമ്മിൽ ചെറിയ ഒരു പടലപ്പിണക്കം ഉണ്ടാവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് പിണങ്ങി അവർ രണ്ടുപേരും വാഗ്വാദമായി. റസൂലുള്ളാഹി തങ്ങൾ പറച്ചിലങ്ങ് നിർത്തിക്കളഞ്ഞു. കുടുംബത്തിൽ വക്കാണം കൂടുന്നവരുണ്ടെങ്കിലോ എന്റെ ചെറുപ്പക്കാരെ, എന്റെ ചെറുപ്പക്കാരികളെ, വാക്കുകൾ അധികരിക്കുന്നതിനെ തൊട്ട് കാത്തു സൂക്ഷിക്കണേ. നിങ്ങളധികം സംസാരിക്കരുത്. അധികം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്കരുത്. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വളരെ കൃത്യമായ സ്നേഹപൂർണമായ ഇടപെടലുകളും സ്നേഹം സ്ഫുരിക്കുന്ന വാക്കുകളുമാണ് പരസ്പരം ഉപയോഗിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപത്നി ആയിഷയുമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ചെയ്യുന്നത്? ആയിഷയെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ ആയിഷ, നീയും ഞാനും തമ്മിലുള്ള ഈ പ്രശ്നം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അത് വളരെ വലുതായി പോകും. നീ നിന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കും, അതെന്റെ ഭാഗത്ത് ശരിയല്ലാതെ വരും. അങ്ങനെ വരുമ്പോ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ മോളെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും അനുമതിയുള്ള മൂന്നാമതൊരാളുടെ മുമ്പിൽ നമ്മുടെ ഈ പ്രശ്നം വെക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബമായി ജീവിക്കുന്നവർക്ക് മാതൃക കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു ഫാത്തിമ ആയിഷയോട്, മോളെ ആയിഷ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിച്ചാലോ? മദ്യം പറയാൻ, നമുക്കിടയിൽ ചർച്ചയിൽ ഒരു പങ്കാളിത്തം വഹിക്കാൻ ഉമറിനെ വിളിക്കാൻ പറഞ്ഞപ്പോ ആയിഷ ബീവി പറഞ്ഞു, ഉമറിനെ പറ്റൂല, എനിക്ക് പേടിയാണ്. കാരണം വെട്ടൊന്ന് കഷ്ണം രണ്ടു എന്ന രീതിയാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ കാര്യം പറയാൻ കഴിയൂല. ഉടനെ ചോദിച്ചു, നമുക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വിളിച്ചാലോ? അപ്പോഴും ആയിഷ പറഞ്ഞു, നമ്മുടെ മരുമകനല്ലേ, നമ്മുടെ മകളെ കെട്ടിയ ഭർത്താവല്ലേ, അവരുടെ മുമ്പിൽ എങ്ങനെയാ അമ്മോഷനും അമ്മായിമ്മയും പ്രശ്നം പറയാ? അതുകൊണ്ടത് പറ്റൂല. മുത്തുനബി ചോദിച്ചു, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ ഉപ്പയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചാലോ? ആയിഷ ബീവി പറഞ്ഞു, സമ്മതം സമ്മതം. കാരണം എന്താ? എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഉപ്പയല്ലേ, ഉപ്പ എന്ന നിലയ്ക്ക് എന്നോട് കുറച്ചൊന്ന് ചാഞ്ഞു നിൽക്കാതിരിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ അളവിട്ടു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങള് ആയിഷ ബീവിയോടും മുത്തുനബിയോടും ചോദിച്ചു, നബിയേ, എന്തിനാണ് നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞത്? ആ സമയത്ത് മുത്തുനബി പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതിലൊന്ന് മധ്യസ്ഥം വഹിക്കുന്നതിന് വേണ്ടിയാണ് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, നബിയെ, എന്താണ് എന്റെ മോളുണ്ടാക്കിയ പ്രശ്നം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അന്തി തഖൂൽ അം അന യാ ആയിഷ? മോളെ ആയിഷ,
എന്റെ പ്രിയപ്പെട്ട പ്രിയതമയല്ലേ, നീയാണോ പറഞ്ഞു തുടങ്ങേണ്ടത്, അതല്ല ഞാനാണോ വിഷയം അവതരിപ്പിക്കേണ്ടത്? ആരാണ് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോ ആയിഷ പറയാണ്, ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടി പറഞ്ഞാൽ അതെന്റെ ഉപ്പാക്ക് ഇഷ്ടപ്പെടൂല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനെന്ത് പറഞ്ഞുവെന്നോ, ഖുൽ യാ റസൂലല്ലാഹ്, ഖുൽ അൻത യാ റസൂലല്ലാഹ് വലാ തഖുൽ ഇല്ലാ ഹഖ്ഖാ. നബിയേ, നിങ്ങൾ അവതരിപ്പിച്ചോളൂ, പക്ഷേ ഹഖല്ലാത്തതൊന്നും പറയരുതേ, ഹഖല്ലാത്തതൊന്നും പറയരുതേ എന്ന് പറഞ്ഞപ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചാടിയങ്ങ് വീണു. ആയിഷ ബീവിയുടെ കരണത്തൊരൊറ്റ അടിയങ്ങ് കൊടുത്തിട്ട് ചോദിക്കുകയാണ്, അവയഖൂലു ഹാദർ റസൂലു ഇല്ലാ ഹഖ്ഖാ. എന്താണ് ആയിഷ നീ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട ഹഖ്, അൽ അമീൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഹബീബ് ഹഖല്ലാത്തത് പറയുമെന്നോ? മകളെ ഒരൊറ്റ അടിയങ്ങ് കൊടുക്കുമ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പൂണ്ടടക്കം മുത്തുനബി അങ്ങ് പിടിച്ചു. നമ്മളാണെങ്കിൽ എന്ത് പറയും? നമ്മളാണെങ്കിൽ പറയും, കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടാത്തതിന്റെ കുഴപ്പമാണ്, ഇവിടെ വന്നിട്ട് തല്ലേണ്ടി വന്നത് ഇത് വീട്ടിൽ നിന്ന് തച്ച് വളർത്താത്തതിന്റെ കുഴപ്പമാണ്. ഹബീബ് അത് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സിദ്ദീഖ്, നിങ്ങളെ ഞാൻ ഇതിനു വേണ്ടി വിളിച്ചു വരുത്തിയില്ല. എന്റെ ഭാര്യയെ അടിക്കാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. എന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അത് സിദ്ദീഖിന്റെ പുത്രിയാണ്. പക്ഷേ മുത്തുനബിയുടെ പ്രയോഗം എന്റെ ഭാര്യയെ അടിക്കാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ മുത്തുനബിയുടെ ബാക്കിൽ ഒളിഞ്ഞു നിൽക്കുന്ന ആയിഷ, ഇനിയും അടി കിട്ടുമോ എന്ന് ഭയന്നിട്ട് മുത്തുനബിയുടെ ബാക്കിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്ന ആയിഷ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമ്മൾ തമ്മിൽ പ്രശ്നമില്ല നബിയേ, ഉപ്പയോട് പോകാൻ പറയണേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഇത്തരത്തിൽ അഭ്യർത്ഥിച്ചപ്പോ മുത്തുനബി സിദ്ദീഖുൽ അക്ബറിനെ തിരിച്ചു പറഞ്ഞയച്ചു. ഇപ്പൊ നിങ്ങൾ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയമാണ്, ഇപ്പൊ നിങ്ങൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റിയ സമയമല്ലെന്ന് പറഞ്ഞ് സിദ്ദീഖിനെ തിരിച്ചു പറഞ്ഞയച്ചപ്പോ മുത്തുനബിയെ പൂണ്ടടക്കം പിടിച്ചുകൊണ്ട് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല നബിയേ. അങ്ങയോടുള്ള സ്നേഹം എനിക്കാണ് കുറവ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന്റെ ഒരല്പമെങ്കിലും തിരിച്ചു നൽകാൻ എനിക്ക് കഴിയാതെ പോയല്ലോ എന്ന സങ്കടമേ എനിക്ക് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് അവര് തമ്മിൽ സുൽഹിലേക്ക് നീങ്ങിയെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഓ പുരുഷന്മാരെ, വീട്ടിൽ ആധിപത്യം കാണിക്കുന്ന മതമല്ല ഇസ്ലാം. പുരുഷന്റെ ആധിപത്യമല്ല വീട്ടിൽ നടക്കേണ്ടത്. പിന്നെയോ സഹിഷ്ണുതയോടെ, സ്നേഹത്തോടെ, സൽസ്വഭാവത്തോടെ ഭാര്യമാരോട് പെരുമാറണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് നിർദ്ദേശിക്കുന്നത്. ഭാര്യമാരോട് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അവര് ഗൾഫിലായിരുന്നാലും അവര് നാട്ടിലായിരുന്നാലും അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കയ്യിലേൽപ്പിച്ച നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ശരീരവും അത് മറ്റൊരാൾക്കും വിട്ടുകൊടുത്തുകൂടാ. അവിടെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ഭരണഘടന സ്നേഹവും സൗഹാർദ്ദവും വേണമെന്ന് ഉദ്ഘോഷിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് പെരുമാറുന്നിടത്ത്, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പെരുമാറുന്നിടത്ത് അവിടെയൊക്കെയും വിശുദ്ധമായ ഭരണഘടന അതിന്റെ കൃത്യമായ വിവരണങ്ങൾ നടത്തുന്നുണ്ട്. ആ വിവരണങ്ങൾക്കനുസൃതമായി മാത്രമേ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. എല്ലാം ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. അതോടൊപ്പം എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സമീപങ്ങളിൽ നമ്മുടെ സാഹചര്യങ്ങളോട് അനുവദിക്കുമാർ നമ്മുടെ അയൽപക്കങ്ങളിൽ ഒക്കെയുള്ള രോഗികളുണ്ട്, അശരണരുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ, അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ എല്ലാത്തിനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തു പോവുകയാണ്, ഇക്കഴിഞ്ഞ തവണ കാന്തപുരം ഉസ്താദ് കേരള യാത്ര നടത്തിയപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയുടെ എടപ്പാളിനടുത്തൊരു സ്ഥലമുണ്ട്. ആ എടപ്പാളിനടുത്തുള്ള സ്ഥലത്ത് സ്നേഹസദനമുണ്ട്. ഒരു വൃദ്ധന്മാർക്ക് വേണ്ടിയുള്ള സ്നേഹസദനമുണ്ട്.
ഉസ്താദ് ആ വഴി കടന്നു ചെന്നപ്പോ ആ എടപ്പാളിലുള്ള സ്നേഹസദനത്തിലേക്ക്, വൃദ്ധന്മാരുടെ സ്നേഹസദനത്തിലേക്ക് ഉസ്താദ് ഒന്ന് കടന്നു ചെന്നു. സുബ്ഹാനല്ലാഹ്, 70ഓളം വയസ്സ് പ്രായമുള്ള, നല്ല നിസ്കാരത്തഴമ്പുള്ള, നല്ല വെളുത്ത താടിയുള്ള, നല്ല വെള്ളത്തോർത്തുമുണ്ടുകൊണ്ട് തലയിൽ കെട്ടിയ ഒരു നല്ല മുസ്ലിമായ ഉപ്പാപ്പ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ കാന്തപുരം ഉസ്താദ് സുബ്ഹാനല്ലാഹ് കൂടെയുണ്ടായിരുന്ന സഖാഫിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം, എവിടുത്തുകാരനാണെന്നൊന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രിയമുള്ളവരെ, ആ സഹോദരനോട്, ആ പ്രിയമുള്ള വല്യപ്പയോട് ചോദിക്കുമ്പോ ആ വല്യപ്പ പറയുന്നത് എന്താണ്? ഓ പ്രിയമുള്ളവരെ, അവിടുത്തെ കഥനകഥ പറയുകയാണ്. ഞാൻ കാസർഗോട്ടുകാരനാണ്, വലിയ സമ്പന്നനായി ജനിച്ചയാളാണ്. എന്റെ നാട്ടിലെ രീതിശാസ്ത്രം അനുസരിച്ച് മക്കളൊക്കെ കല്യാണം കഴിഞ്ഞപ്പോ എന്റെ സ്വത്തൊക്കെ ഞാൻ അവർക്ക് ഓഹരി ചെയ്തു കൊടുത്തു. അവസാനം ഞാൻ എന്റെ ചെറിയ മകന്റെ കൂടെയായിരുന്നു താമസം. ചെറിയ മകന് വീട് വെക്കണമെന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ മരിച്ചാൽ അതിന്റെ അവകാശികൾ അത് ചോദിക്കുമെന്ന് പറഞ്ഞ് വീട് വെക്കാൻ എനിക്ക് സ്ഥലം വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോ, താമസിക്കുന്ന വീടും പുരയിടവുമെല്ലാം അവന്റെ പേരിൽ ഞാൻ അങ്ങ് എഴുതി കൊടുത്തു. ഞാൻ ചിന്തിച്ചത്, ഇത് ഞാൻ ഉണ്ടാക്കിയ സ്വത്താണ്, ഇതെന്റെ സ്വന്തം മക്കളാണ്, ആ മക്കൾക്കല്ലേ ഞാൻ കൈമാറുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്നാണ്. എന്നാൽ നല്ല വീട് വെച്ചു, ആ വീടിന്റെ മുറ്റത്ത് നല്ല ഒരു ഗേറ്റ് വെച്ചു, ആ ഗേറ്റിന്റെ കത്തളത്തിൽ നല്ല ഒരു കൂടുണ്ടാക്കിയിട്ട് അതിൽ നല്ല ഒരു നായയെ വളർത്തി. അങ്ങനെ ആ കുടുംബം, എന്റെ മകൻ ഗൾഫിലാണ്, അവന്റെ ഭാര്യയും മക്കളും വീട്ടിലുണ്ട്. ഞാൻ അവരോടുകൂടെ ജീവിക്കുമ്പോ എനിക്ക് ടിബിയുടെ അസുഖം വന്നു. ഞാൻ ചുമക്കാൻ തുടങ്ങി, വല്ലാത്ത കൊരകൊരക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, 6 മാസക്കാലം മരുന്ന് കുടിച്ചു. എന്റെ വാർദ്ധക്യം കാരണമായിട്ട് എന്റെ മെഡിസിൻ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ നിൽക്കാതെ കുരച്ചു തുടങ്ങും. കുരച്ചാൽ ഒരു അരമണിക്കൂറൊക്കെ തുടർച്ചയായി അങ്ങ് കുരച്ചു പോകും. ഒരു ദിവസം എന്റെ പൊന്നുമോൻ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, ഉപ്പാ നിങ്ങളുടെ വല്ലാത്ത കൊരയുണ്ടല്ലേ, മരുന്നൊന്നും എഫക്ട് ചെയ്യുന്നില്ലല്ലേ. ഞാൻ പറഞ്ഞു, മോനെ വല്ലാത്ത വിഷമമുണ്ട്. ആ സമയത്ത് എന്റെ മോൻ പറയുകയാണ്, ഇന്നലെ ഭാര്യ വിളിച്ചിരുന്നു, മോള് വിളിച്ചിരുന്നു, നിങ്ങളുടെ കൊര കാരണം അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പിറ്റേ തവണ എന്റെ മോൻ വന്നപ്പോ, നമുക്കൊരു വഴിക്ക് പോകാം ഉപ്പ, അവിടെ നിങ്ങളെ പരിചരിക്കാൻ ആളുണ്ട്, നിങ്ങളെ നോക്കാൻ ആളുണ്ട്, നിങ്ങൾക്ക് സ്നേഹം തരാൻ ആളുണ്ടെന്ന് പറഞ്ഞു എന്റെ പൊന്നുമോൻ കഴിഞ്ഞ 2 പെരുന്നാളുകൾക്ക് മുമ്പ് എന്നെ കൊണ്ടുവന്ന് നിർത്തിയതാണ് ഇവിടെ. പിന്നെ എന്റെ മക്കൾ എന്നെ തെരഞ്ഞു വന്നിട്ടില്ല. ഈ ദുരവസ്ഥ എങ്ങ് വിശദീകരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇന്ന് പഞ്ചായത്തുകൾ തോറും വൃദ്ധസദനം വരുന്ന കാലമാണ്. എന്റെ സ്വയസ്സുകാരാ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നമ്മുടെ വീട്ടിൽ ഒരു പക്ഷേ വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, സമീപത്ത് അയൽവാസികളുണ്ട്. ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, എന്റെ ഉമ്മയെക്കാളേറെ പ്രായമുള്ള ഒരു 10-75-78 വയസ്സ് പ്രായമുള്ള ഒരു വല്യുമ്മയുണ്ട് എന്റെ നാട്ടിൽ, ഒരു 10 വീടപ്പുറത്ത്. മാസത്തിൽ ഒരു 2 തവണയെങ്കിലും ആ ഉമ്മയെ ഒന്ന് കാണാൻ പോകും. ഞാൻ കയറി ചെല്ലുമ്പോഴൊക്കെ ചോദിക്കും, മാമാ നാളെ ഗോതമ്പ് വാങ്ങി വരട്ടെ എന്ന് വിചാരിച്ചു, ഗുലാബി കുടിക്കാനുള്ള അവസരം തന്നില്ലല്ലോ. ഞാൻ തമാശയായിട്ട് പറയും. അപ്പോഴൊക്കെ ആ വല്യമ്മ ചിരിക്കും. എന്നിട്ട് ആ വല്യമ്മ പറയാണ്, മോനെ ഇത് വരുമ്പോ മാത്രമാണ് എനിക്കൊന്ന് ചിരിക്കാൻ പറ്റുന്നത്. വേറെ എന്നെ ഒന്ന് ചിരിപ്പിക്കാൻ ആരാണ്? എന്നോടൊന്ന് സന്തോഷം പറയാൻ ആരാണ്? എന്നെ ഒന്ന് കയ്യിലെടുത്ത് എന്റെ വിരലുകളിൽ ഒന്ന് തലോടാൻ ആരാണ്? സ്നേഹമസൃണമായിട്ട് എന്നോടൊന്ന് പെരുമാറാൻ ആരാണ്? ഇതൊക്കെയും ചോദിച്ചിട്ട് ആ ഉമ്മാമ്മ കരയുമ്പോ, പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മുടെയൊക്കെ വീട്ടിലും വീടിന്റെ പരിസരങ്ങളിലും കുടുംബത്തിലുമൊക്കെ ഇതുപോലെയുള്ള എത്രയോ പ്രായമുള്ള ഉമ്മമാരുണ്ട്, എത്രയോ പ്രായമുള്ള പ്രയാസമുള്ള ആളുകളുണ്ട്. അവരോടൊക്കെയും നമ്മുടെ പെരുമാറ്റം നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. അവരോട് സ്നേഹമുള്ള ഒരു വാക്ക് നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ ഉപ്പയ്ക്ക് നിങ്ങൾ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിന് പണം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരു പക്ഷേ അവർ നിങ്ങളോട് ക്ഷമിച്ചേക്കും. അതവർക്കൊരു പ്രശ്നമല്ല. ഭക്ഷണം കൊടുത്തില്ലെങ്കിലും അതിന് നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ അതവർക്കൊരു പ്രശ്നമല്ല. മറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിട്ട്
ഒന്ന് പുഞ്ചിരിച്ച് ഉപ്പാ ഉമ്മാന്നൊരു സ്നേഹമുള്ള വിളി വിളിക്കാതിരുന്നാൽ അതവര് പൊറുക്കൂല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മുസ്ലിംകളായി ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്. ആ കരുണാമയനായ അല്ലാഹുവിന്റെ കാരുണ്യം നമ്മുടെ മനസ്സിലേക്ക് അവൻ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അത് പുറത്തെടുത്ത മറ്റുള്ളവരോട് കരുണാർദ്രമായി പെരുമാറാനും അവരോട് സ്നേഹമസൃണമായി പെരുമാറാനും സന്തോഷം കളിയാടുന്നതിന് വേണ്ടിയുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും പുഞ്ചിരികളും കൈമാറാനും ഒരാളുടെ ജീവിതത്തിലും ഒരു വിഷമവും വരുന്ന രൂപത്തിൽ, ഒരാൾക്കും ഒരു പ്രയാസം വരുന്ന രൂപത്തിൽ ഒരൊറ്റ വാക്കും എന്റെ SOSകാരോ അവരുടെ കുടുംബാംഗങ്ങളോ മൊഴിയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. ഞാൻ കാരണമായിട്ട് ഒരാളുടെ മനസ്സും വേദനിക്കരുത്. ഞാൻ കാരണമായിട്ട്, എന്റെ വാക്ക് കാരണമായിട്ട്, എന്റെ പ്രവൃത്തി കാരണമായിട്ട് ഒരാൾക്കും ഒരു വിഷമവും വരരുത്, ഒരാൾക്കും ഒരു ടെൻഷൻ ഉണ്ടാകരുത്. ഞാൻ ജീവിക്കുന്ന കാലം മറ്റുള്ളവർക്ക് സന്തോഷമേ പകർന്നു കൊടുക്കൂ എന്ന് തീർച്ചപ്പെടുത്തി ഒരു യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്ത്, യഥാർത്ഥമായ സുന്നത്തുകൾ അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് മാതൃകാപൂർണമായി നമ്മൾ ജീവിക്കണം. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളോട് നൽകുന്ന ഓഫർ. എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഓ പ്രിയമുള്ള മുഅ്മിനുകളെ, ഹബീബ് അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. എന്താണ് അവിടുന്ന് നൽകുന്ന മെഗാ ഓഫർ? ഹബീബിന്റെ മെഗാ ഓഫർ എന്താ മുഅ്മിനീങ്ങളെ? മൻ തമസ്സക ബിസുന്നതി, ഞാൻ ജീവിതത്തിൽ എന്തൊക്കെയാണോ കാണിച്ചു കൊടുത്തത്, എന്തൊക്കെയാണോ എന്റെ സുന്നത്തായി പഠിപ്പിച്ചത്, അതേത് മേഖലയിലാണെങ്കിലും, നിസ്കാരത്തിലാണെങ്കിലും, നോമ്പിലാണെങ്കിലും, ദാനധർമ്മങ്ങളിലാണെങ്കിലും, പുഞ്ചിരിക്കുന്നതിലാണെങ്കിലും, ഭാര്യയോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും, കുടുംബത്തോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും, കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിലാണെങ്കിലും, നാട് വൃത്തിയാക്കുന്നതിലാണെങ്കിലും, അശരണരെ സഹായിക്കുന്നതിലാണെങ്കിലും, ഏതൊക്കെ മേഖലകളിൽ ഹബീബ് നമുക്ക് മാതൃക കാണിച്ചോ അവിടുത്തെ സുന്നത്തുകൾ അനുസരിച്ച് അത് മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ തേരാളിയായിട്ട് ഒരു യഥാർത്ഥ SYSകാരനായി ഒരാൾ ജീവിച്ചാൽ ഏത് കാലഘട്ടത്തിലാ? ഇന്ദ ഫസാദി ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകള്, എന്റെ സമുദായത്തിന്റെ പേര് പറയുന്ന ആളുകള്, മുസ്ലിം നാമധാരികളായ ആളുകള് ഒരു ഭാഗത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് തീവ്രവാദം പറയുമ്പോ, മറ്റൊരു ഭാഗത്ത് ഡിഫൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഭീകരവാദം പറയുമ്പോ, മറ്റൊരു ഭാഗത്ത് ബോംബുകൾ ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ, മറ്റൊരു ഭാഗത്ത് മുത്തുനബി സാധാരണക്കാരനാണെന്ന് പറഞ്ഞ് ഹബീബിനെ അവഹേളിച്ചു കൊണ്ടിരിക്കുമ്പോ, മറ്റൊരു ഭാഗത്ത് നാടക ഇസ്ലാമി കളിച്ചിട്ട് ഇതാണ് ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യമെന്ന് പറയുമ്പോ, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിം നാമധാരികൾ ഇത്തരത്തിലുള്ള ഫിത്നകൾ ഉണ്ടാക്കുന്ന കാലത്ത് യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്ത്, യഥാർത്ഥമായ ദീൻ, അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് അതിന്റെ മാതൃകകളായി, ലൈവായ ജീവിക്കുന്ന മോഡലുകളായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഫലഹു അജ്റു മിഅതി ഷഹീദ്, അവൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മെഗാ ഓഫർ 100 രക്തസാക്ഷികളുടെ പ്രതിഫലമാണ്. ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി വാളെടുത്തുകൊണ്ട് ശത്രുക്കൾ പൊരുതിയപ്പോ, അതിനു വേണ്ടി കടന്നു വന്നപ്പോ, അവരെ എതിരിടുന്നതിന് വേണ്ടി കടന്നു ചെന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ
നിലനിൽപ്പിന് വേണ്ടി പടപൊരുതി ശത്രുക്കളുടെ അടുക്കൽ നിന്ന് വെട്ടേറ്റുകൊണ്ട് കാല് നഷ്ടപ്പെട്ടവര്, കൈ നഷ്ടപ്പെട്ടവര്, ദാരുണമായിട്ട് യുദ്ധക്കളത്തിൽ മരിച്ചു വീണവര്. സുബ്ഹാനല്ലാഹ്, ഉഹദിന്റെ രണാങ്കണം നമുക്ക് ഓർമ്മയില്ലേ? ബഹുവന്ദ്യരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ശിരസ്സറുക്കപ്പെട്ടു, അവരുടെ തലച്ചോട്ടി ഛേദിക്കപ്പെട്ടു, അതിൽ നിന്ന് തലച്ചോറ് വലിച്ചെടുത്ത് ചവച്ചു തുപ്പിയെറിഞ്ഞു. ആ തലയോട്ടിയിൽ മദ്യമൊഴിച്ചിട്ട് ഹിന്ദെന്ന് പറയുന്ന പെണ്ണെന്ന് കുടിച്ചു തീർത്തു. അള്ളാന്റെ ഹബീബിന് ഇത്രമാത്രം നോവ് നൽകിയ മറ്റൊരു സംഭവമില്ല. ആ മനുഷ്യൻ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ പോലും എനിക്ക് കാണേണ്ടതില്ല, നിന്റെ മുഖം എനിക്ക് കാണേണ്ടതില്ലെന്ന് ആദ്യത്തിൽ ഹബീബ് പറയുമാറ് അള്ളാന്റെ ഹബീബിന്റെ മനസ്സിലേക്ക് വ്യഥ കൈമാറിയ ഹംസത്തുൽ ഖറാറിന്റെ ധീരസാക്ഷിത്വം ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് ഓർമ്മയില്ലേ? ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ മുസൈലിമത്തിന്റെ സൈന്യം കൊണ്ടുവന്ന മുസൈലിമയുടെ മുന്നിൽ ഹാജരാക്കിയപ്പോ ഓരോ കഷ്ണങ്ങളായി കാല് മുതൽ കാലിന്റെ വിരൽ മുതൽ മുറിച്ച് 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 ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ദാരുണമായി വധിക്കുമ്പോഴും അവസാന നിമിഷം വരെ അല്ലാഹു ഇത് ഒഴിഞ്ഞുകൊണ്ട് ജീവിച്ച ഹബീബ് ഇബ്നു സയ്യിദ്, അവർക്കൊക്കെയും അള്ളാന്റെ ഹബീബ് പറഞ്ഞത് അവരൊക്കെയും ഒരു രക്തസാക്ഷിയാണ്, ഓരോ രക്തസാക്ഷിത്വമാണ് അവർക്ക് നൽകിയതെങ്കിൽ പ്രിയമുള്ള മുഅ്മിനുകളെ, എന്റെ SYS-കാരെ, എന്റെ സഹോദരിമാരെ, ഈ ഫസാദിന്റെ കാലഘട്ടത്തില് ഇസ്ലാമിനെ അതിന്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞ് വേണ്ടാത്തരങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയും വിശുദ്ധ ഇസ്ലാമിന്റെ ആളുകൾ ചമഞ്ഞിട്ട് ഇസ്ലാമിനെതിരെ പടയൊരുക്കം നടക്കുകയും ചെയ്യുന്ന കാലത്ത് എന്റെ ദീനനുസരിച്ച് എന്റെ സുന്നത്തുകൾ ഓരോന്നും ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുന്നവരാരോ അവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് നൽകുന്ന വാഗ്ദാനം 100 രക്തസാക്ഷികളുടെ പ്രതിഫലമാണ്. SYS-കാരാ, കർമ്മഗോതയിൽ നിരതനായിക്കോ, ധർമ്മവീതിയിൽ മുന്നോട്ട് നീങ്ങിക്കോ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചോ, അതിന്റെ കൃത്യമായ പടയാളിയായി നിലകൊണ്ടോ. ഈ കൊഴക്കോട്ടൂരും പ്രദേശത്തുമുള്ള ആളുകൾക്ക് മുമ്പിൽ മുത്തുനബിയുടെ സുന്നത്തെടുക്കുന്ന ജീവിക്കുന്ന സുന്നത്ത് ജമാഅത്തുകാരനായിക്കോ. നമുക്ക് അല്ലാഹുവിന്റെ ഹബീബ് 100 രക്തസാക്ഷിയുടെ പ്രതിഫലം തരും. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു നമുക്ക് അത്തരത്തില് പൂർണ്ണമായ രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് ദാരിമി മാനവർകൾ നമ്മോട് വിട പറഞ്ഞു. നിർദ്ദേശിച്ചത് വഴി നേതാക്കളൊന്നും സ്ഥലത്തില്ലാത്തത് കൊണ്ട് അവിടെ അനിവാര്യമായും ഉണ്ടാകണമെന്ന് പറഞ്ഞതുകൊണ്ടുമൊക്കെ ഉസ്താദിന്റെ വീട്ടിലാണ് ഇപ്പോഴും ഉള്ളത്. വരാൻ കഴിയില്ല എന്ന് ഇപ്പോ അറിയിച്ചിട്ടുണ്ട്. ഞാനും അതിപ്പോഴാണ് അറിയുന്നത്. ഉസ്താദ് വരുന്നത് വരെ അങ്ങനെ നീണ്ടുപോയതാണ്. അൽഹംദുലില്ലാ, ഇൻഷാ അള്ളാഹ് ഞാൻ നിങ്ങളോട് ഓഫർ നൽകുന്നു. മറ്റൊരവസരത്തിൽ നിങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഒഴിഞ്ഞ് ഇൻഷാ അള്ളാഹ് ഉസ്താദിനെ ഞാൻ തന്നെ ശരിയാക്കി തരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു സമയത്ത് ഉസ്താദ് ഫ്രീ ഉള്ള ഒരു സമയത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ കൊണ്ടുവന്ന് നല്ല ഒരു പരിപാടി വെക്കണം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ നേതാക്കൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ആ ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് അടുത്ത്